സോ ഗുഡ് ഈവനിങ്. പി സി ടി എ കോട്ടയം ജില്ലയുടെ ഉണർവ് 2026 17ാമത്തെ പ്രോഗ്രാമാണിത്. എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ ഉണർവിൻ്റെ ഇതുപോലെ സോഷ്യൽ കോഴ്സുള്ള ഒത്തിരി ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഒരു പോപ്പുലർ സോഷ്യൽ ഫിഗർ എന്നിവിടെ പറയാം. തീർച്ചയായിട്ടും ഇത് പറയുമ്പോഴാണ് നന്ദജൻ എന്ന് പറയുന്ന സാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് അതോടൊപ്പം തന്നെ തിയേറ്റർ ഫീൽഡ്, സൈക്കോളജിക്കൽ, സോഷ്യൽ, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ കോച്ചാണ്, ഒരു വെൽനസ് കോച്ചാണ്, ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. 20 വർഷത്തോളം മലബാർ സിമൻസിലെ കോർപ്പറേറ്റ് ഫീൽഡിൽ കൃത്യമായി തിളങ്ങി നിന്നിരുന്ന ഒരു എക്സ്പേർട്ടാണെന്ന് വേണ്ടി പറയാം. അതോടൊപ്പം വളരെ വ്യത്യസ്തമായ ഒരു ഫീൽഡ്, ദാറ്റ് ഈസ് തിയേറ്റർ ഫീൽഡ്. ഒരു കോർപ്പറേറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ ഈ കോർപ്പറേറ്റ് എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് സാറ് ഡെവലപ്പ് ചെയ്തു. എന്താണ് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും സാർ അത് പറയുമെന്ന് വിചാരിക്കാം. ഒരു സർട്ടിഫൈഡ് ഫാമിലി കൗൺസിലറാണ്, ഒരു റെമഡിയൽ ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇപ്പോൾ വിഷയങ്ങൾ റെമഡിയൽ ടീച്ചറാണ്, ട്രെയിനറാണ്. അതുപോലെ തന്നെ 2 ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ പല സിനിമകളിലും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂഫി പറഞ്ഞ കഥ, ജാനകി, പാപ്ലിയോ ബുദ്ധ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് മാത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ കുട്ടികൾക്ക് ചലച്ചിത്ര പരിശീലനം കൊടുക്കാൻ വേണ്ടി 95ഓളം കുട്ടികൾ, അവരെ നടന്മാരും അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച പൂവ് പറഞ്ഞത് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. കേരള സർക്കാരിൻ്റെ താല്പര്യപ്രകാരമാണെന്ന് വിചാരിക്കുന്നു. കുട്ടികളിൽ ഈ പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി നടത്തിയൊരു പ്രവർത്തനം. രണ്ടാമത്തെ സിനിമ സെൻറ്റ് ഓഫ് സിഗാർ, ചുരുട്ടിൻ്റെ ഗന്ധം. അത് ഒരു ഇൻ്റർനാഷണൽ ഫിലിമാണ്. ബെസ്റ്റ് എക്സ്പീരിയൻഷ്യൽ ഫീച്ചർ ഫിലിമായിട്ട് AGFC കാലിഫോർണിയ തിരഞ്ഞെടുത്താണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2017 മാഡ്രിഡ്, സ്പെയിനിൽ വെച്ചും ഈ ചിത്രം ബെസ്റ്റ് ഫിലിം ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു സോഷ്യൽ ഫിഗറാണ്. ഇങ്ങനെയൊക്കെയുള്ള പലതരം എക്സ്പീരിയൻഷ്യൽ ഉള്ള ഒരു വ്യക്തി. തുടക്കം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്, അതിനുശേഷം MBA, MCA ഇങ്ങനെയുള്ള ഡിഗ്രികൾ കരസ്ഥമാക്കി. MA, MSc സൈക്കോളജി, അങ്ങനെ സൈക്കോളജിക്കൽ ഫീൽഡിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ചങ്ങാതി എന്ന് പറയുന്ന ടീൻസിൻ്റെ ഇടയിൽ ആത്മഹത്യ പ്രിവെൻഷന് വേണ്ടി സഹായിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ മെൻഡർ എന്ന നിലയിലാണ്. കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വം. സോ ഇന്നത്തെ നമ്മുടെ ട്രെയിനർ നന്ദജൻ സാറാണ്. സാർ പാലക്കാട് സ്വദേശിയാണ്. സോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ PCTA ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും, പ്രത്യേകിച്ച് കോട്ടയത്തെ പ്രസിഡന്റ് ബാബു തോമസ് സാർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർ ലോഡ് സാർ, എറണാകുളത്തെ പ്രസിഡന്റ് ജോൺ ബേബി സാർ, അതുപോലെ മറ്റ് പല ജില്ലകളിലെയും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം ഉണ്ട്. കോട്ടയത്തെ എല്ലാ മെമ്പേഴ്സും ഇവിടെ പ്രസൻ്റാണ്. സോ നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തു. അതോടൊപ്പം പ്രിയപ്പെട്ട ട്രെയിനർ നന്ദജൻ സാറിനെ സ്വാഗതം ചെയ്തു. നന്ദജൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. ഭൂമിന്റെ ആചാരമായ എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ, ഉണ്ട്. യെസ്, ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? വോളിയം ഓക്കെ അല്ലേ? എല്ലാം ക്ലിയർ. ഓക്കെ ഓക്കെ. അപ്പോൾ നല്ല വാക്കുകൾക്ക് ഒരുപാട് സ്നേഹം സാബു സാർ. അപ്പം ഇന്നത്തെ വിഷയം ചങ്ങാതി അല്ലെങ്കിൽ ആത്മഹത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. പരിചയപ്പെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴും എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എൻജിനീയറിങ് തന്നെയാണ് സാബു സാർ. ജീവിക്കാനുള്ള പണം വരുന്നത് എൻ്റെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൂടെയാണ്. ആ കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രധാനമായിട്ടും എൻജിനീയറിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഫീൽഡാണ്. അപ്പം അത് വിട്ടു എന്നില്ല, പക്ഷെ അതിൻ്റെ മുഴുവൻ സമയം പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ തുടങ്ങിയത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ സയൻറ്റിസ്റ്റായിട്ടായിരുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നാട്ടിലേക്ക് വരുന്നു. കേരളത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ വിട്ട് വരികയും നാട്ടിലുള്ള മലബാർ ഫിനാൻസിൽ കുറേ കാലം 20 വർഷത്തോളം വർക്ക് ചെയ്തു. പിന്നെ റിസൈൻ ചെയ്തിറങ്ങി. അതിനുശേഷമാണ് സൈക്കോളജിയൊക്കെ
പഠിക്കുന്നത്. ശരിക്കും ഒരു 20 വർഷത്തെ കോർപ്പറേറ്റ് ലൈഫിന് ശേഷം ഇറങ്ങിയിട്ടാണ് അത് പഠിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ 10 വർഷം പൂർണ്ണമായിട്ടും എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കുട്ടികളുടെ മനഃശാസ്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ പ്രവർത്തനമൊക്കെയാണ്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തുടക്കമായിരിക്കാം സാബു സാറ് നേരത്തെ സൂചിപ്പിച്ച സിനിമയുടെ കാര്യമൊക്കെ. കുട്ടികളോട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അവരെ നന്നാക്കാനും ഇൻസ്ട്രക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കര ആവേശമാണ്. പക്ഷെ അവരോടൊപ്പം യാത്ര ചെയ്തിട്ട് അവരിലൂടെ ബ്ലൂം ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് വേറൊരു തലമാണ്. നമ്മളവിടെ ഫെസിലിറ്റേറ്റർ മാത്രമാണ്, സൈലൻ്റായിട്ട് കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആദ്യ സംരംഭമായിരുന്നു ശരിക്കും ആ സിനിമ ചെയ്തത്. അതിൽ കുട്ടികളെ സിനിമ പഠിപ്പിക്കുകയായിരുന്നില്ല, കുട്ടികളോട് സിനിമയെക്കുറിച്ച് പറയുകയും പിന്നെ അവരോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ വിഷയം ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനു മുമ്പ് ചങ്ങാതി എന്നൊരു ഗ്രൂപ്പ് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലുണ്ട്. അതിൽ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുറേ പേരെ ഞാനിവിടെ കാണുന്നുണ്ട്. അത് വലിയ സന്തോഷമുണ്ട്. റൈസ് ഉണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട്, രാജേന്ദ്രകുമാറുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് എന്നെ ഇവിടേക്ക് വിളിച്ച വിജയരാമൻ. സാബു സാറും ചങ്ങാതി വളണ്ടിയറാണ്. കുറേ കാലം നമ്മളോടൊപ്പം തിരുവല്ല ഭാഗങ്ങളിലൊക്കെ സ്കൂളിൽ വന്നിരുന്നു, കൊട്ടാരക്കര തിരുവല്ല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേരുണ്ട്, ലിസമ്മ, ബർണാഡ്, അങ്ങനെ കുറേ പേരെ ഞാൻ കാണുന്നുണ്ട് ഇതിനകത്ത്. ചങ്ങാതിയിൽ പരിചയപ്പെട്ട കുറേ പേരുണ്ട്, രമേഷ് ഭായ് ഉണ്ട്, കുറേ പേരുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് സന്തോഷം. കാരണം എന്താ വെച്ചാൽ ചങ്ങാതിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സീമ, കുറേ പേരുണ്ട് അല്ലേ, ചങ്ങാതിയായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതിൽ ഡെഫിനറ്റ്ലി ഞാൻ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അത് ഞാൻ വിളിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് എൻ്റെ പറച്ചിലിന് കൂടെ ചേരാം. ചങ്ങാതിമാരോടാണ് പറഞ്ഞത്. ചങ്ങാതിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ചങ്ങാതി ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ കൗമാരക്കാരായ കുട്ടികളിലെ ആത്മഹത്യ പ്രവണതയ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, ഞാനിവിടെ എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? കാണാം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ചങ്ങാതി എന്ന് പറയുന്ന അഡോൾസെന്റ് സൂയിസൈഡ് പ്രിവെൻഷൻ ഇനിഷ്യേറ്റീവ് ആണ്. നമ്മൾ ഈ ആത്മഹത്യകളെ കുറിച്ച് ഒരുപാട് കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ വളരെ വ്യവസായ പ്രമുഖനായ ഒരു വ്യക്തി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ പലരും പറയാറുണ്ട്, അദ്ദേഹമൊക്കെ എന്തിനാ ഇത് ചെയ്തതെന്ന്. ഈ അദ്ദേഹമൊക്കെ എന്തിനാ ഇത് ചെയ്തത് എന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്രൊമൈസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഭയങ്കരമായ സാമ്പത്തികമായ ഉന്നതത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്നുള്ള ഒരു പ്രൊമൈസിൽ നിന്നാണല്ലോ ഇദ്ദേഹം എന്തിനങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചത്. എനിക്ക് പറ്റുകയാണെങ്കിൽ മാക്സിമം വരെ ഒന്ന് വീഡിയോയിൽ വരും, നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് പോവാം. ഞാൻ വൺ വേ ആയിട്ട് സംസാരിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. കേരളത്തിൽ ഒരു വർഷത്തിൽ റോഡ് അപകടങ്ങളിൽ എത്ര പേർ മരണപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്? നിങ്ങളുടെ ഇപ്പോഴുള്ള ധാരണ അൺമ്യൂട്ട് ചെയ്ത് പറയാം, ചാറ്റ് ബോക്സിലിടാം. എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും റിയാക്ഷൻ വേണം. ഒരു വൺ വേ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. എൻ്റെ മുമ്പിൽ ജീവനുള്ള മനുഷ്യരാണല്ലോ ഉള്ളത്. ഏകദേശം ഉദ്ദേശമാണ് ഞാൻ ചോദിച്ചത്. ഒരു വർഷം കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് എത്ര പേരായിരിക്കും ഏകദേശം? 5000 പേര്. 5000. പറഞ്ഞോളൂ. 5000 പേര്. 5000 പേര്. വേറെ 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 നമ്മുടെ ഉള്ളിലുള്ള ധാരണ, രണ്ടുപേര് പറഞ്ഞ 5000 പേര് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ളൊരു ധാരണ ഏകദേശം എത്രയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്ന് അറിയാനാണ്. നമ്മുടെ ഉള്ളിൽ പല പല ധാരണ. 10,000-ഓളം ഉണ്ട് സാറേ. എത്ര? 10,000-ഓളം ഉണ്ടെന്ന്. 50,000. എത്ര? 50. 15. Yeah. സാറേ, 50.
50,000. സാറേ ഒരു 25,000 ഉണ്ടോ സാറേ? 25,000 ഉണ്ടാവാമെന്ന് വിചാരിക്കുന്നു. ഒരാൾ ജലജ പറയുന്നു 5,000 തൊട്ട് 10,000 വരെ ആയിരിക്കാം. വേറെ വേറെ ഒന്ന് രണ്ട് പേരൂടെ. 10,000 പേരോടുണ്ട്. ഏ 10,000 10,000 എന്ന് പറയുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. മാത്രമാണോ സാർ ചോദിച്ചത്? ഏ ഇന്ത്യയിലെ മാത്രമാണോ ചോദിച്ചത്? കേരളത്തിൽ കേരളം. കേരളത്തിൽ കേരളം മാത്രം. കേരളത്തിൽ ഏതാണ്ട് 10 per day, 10 per day, around 3,650 to 4,000. ലോജിക്ക് എനിക്ക് ഇഷ്ടമായി സാറേ. അതായത് ഏകദേശം ഒരു 10 പേരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് വെച്ചാൽ അതൊന്ന് എന്താ പറയാ, നമ്മൾ മാത്തമാറ്റിക്കലി പറയും എക്സ്ട്രാപൊളേറ്റ് ചെയ്യാന്ന് പറയും. അതെ അതെ 10ലേക്ക് കൊണ്ടുപോയി 10,365 പിന്നെ ഒരു കണ്ടിജൻസി അലവൻസ് approximation. 4,000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. ഓക്കെ, എന്തായാലും എനിക്ക് സന്തോഷം കുറേ പേര് റിയാക്ട് ചെയ്തതിൽ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ധാരണകളാണ്. നമുക്ക് മനസ്സിൽ ഒരുപാട് ധാരണകൾ ഉണ്ടാവും. ആ ധാരണകൾ വസ്തുതകളായിട്ട് യോജിക്കുന്നതായിരിക്കും, യോജിക്കാത്തതായിരിക്കും. പലപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഇത് തന്നെയാണ് ആണെന്നൊക്കെ വിചാരിച്ചേക്കാം. നിങ്ങൾ പലരും പറഞ്ഞതിൽ കൃത്യോത്തരമുണ്ട്. ഏകദേശം 5,000 പേരാണ് ഒരു വർഷം കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത്. ഏകദേശം എന്നൊക്കെ പറയുമ്പോൾ ഇത് കുറേ വർഷത്തെ ഒരു ഇത് എടുത്തുകൊണ്ട് ഒരു ഏകദേശ കണക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 4,000 5,000ൻ്റെ ഇടയിൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് റോഡിൽ. അടുത്ത ചോദ്യം, ഒരു വർഷം കേരളത്തിൽ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്? ഏകദേശം നമ്മുടെ മനസ്സിലുള്ള ധാരണ. വിക്ടർ ജോർജ് 4,000 പേര്. വിക്ടർ ജോർജ് 10,000 എന്ന് പറഞ്ഞ് 4,000 ആരെ പറഞ്ഞെന്ന് ഞാൻ ശബ്ദം കേട്ടേയുള്ളൂ. ആളെ എനിക്ക് 4,000 സാറേ. 4,000 രമാവതിയാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, 4,000. വിക്ടർ ജോർജ് ഇടുക്കി 10,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നൊന്ന് എല്ലാവരും ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ പറയും. കുറച്ചുകൂടെ 5,000 എന്ന് പറയത്തില്ല സാറ്? 5,000. ശശികുമാറും 5,000 എന്ന് പറയുന്നുണ്ട്. 5,000 മേലെ. 5,000 വർഷം തോറും കൂടി വരുന്നതായിട്ടല്ലേ കാണുന്നത് സാറേ? കൃത്യമായ കണക്ക് പറയാൻ പറ്റുമോ? പത്മ പറഞ്ഞത് ഗംഭീരമാണ്. ഷിജു ഭാസ്കരൻ പറഞ്ഞ 8,000 തൊട്ട് 10,000 വരെ. പത്മ പറഞ്ഞത് നമ്മളുടെ ധാരണ അതാണ്, ഇത് വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെ കാര്യമായ വർധനമൊന്നുമില്ല. എന്നാൽ ഏകദേശം ഒരേ ലെവലിൽ കുറേ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്കുകൾ പറയുന്നത് ഏകദേശം 10,000 പേരാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെ 8,000 to 10,000 എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. പക്ഷേ പത്മ പറഞ്ഞത് മാതിരി നമ്മളൊരു അതായത് നമ്മൾ ഇതിന് ഏത് കണക്കാണ്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയേണ്ടതാണ്. DCRBയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ക്രൈം റെക്കോർഡ് ബ്യൂറോയിൻ്റെ കണക്കുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ ഒരുപാട് വർഷത്തെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 40-40 വർഷത്തെയെങ്കിലും കൃത്യമായ കണക്കുകളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ഒരു 10-25 വർഷത്തെ വളരെ കൃത്യമായ കണക്കുകളുണ്ട്. അത് നമുക്ക് നെറ്റിലൂടെ അവൈലബിൾ ആണ്. അതിനു മുമ്പേത്തെയൊന്നും അത്രയും അവൈലബിൾ അല്ല. അത് വെച്ചുകൊണ്ട് ഏകദേശം 10,000 കേരളത്തിൽ. എന്ന് വെച്ചാൽ റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നതിൻ്റെ ഇരട്ടി പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, നമ്മൾക്ക് റോഡപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സർക്കാർ തലത്തിൽ എത്രത്തോളം അത് സെൻസിറ്റൈസ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ വരെ കുട്ടികളിൽ പോയിട്ട് ട്രാഫിക് ബോധവൽക്കരണവും ഇതൊക്കെ ചെയ്തുകൊണ്ട് റോഡപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സർക്കാർ തലത്തിൽ തന്നെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ബോധവൽക്കരണങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇരട്ടിയിലധികം പേർ മരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യക്ക് ആത്മഹത്യ അതുപോലെ സെൻസിറ്റൈസ്ഡ് അല്ല. ആത്മഹത്യയ്ക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ടത്ര അത് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഈ ചങ്ങാതിയൊക്കെ പ്രവർത്തിക്കുന്നത്. ചങ്ങാതി മാത്രമല്ല കേരളത്തിൽ ഇതിൽ പ്രവർത്തിക്കുന്നത്. ചങ്ങാതി തുടങ്ങിയിട്ട് ഒരു 10 വർഷമായിട്ടുള്ളൂ. പക്ഷേ ബിഫ്രൻഡേഴ്സ് ഇൻ്റർനാഷണലിൻ്റെ
ഇന്ത്യയിലുള്ള സ്നേഹ, തണൽ, മൈത്രി, കൊച്ചിയിലേക്കുള്ള മൈത്രി, ഇതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സംഘടനകൾ, നാമമാത്രമായ കുറച്ച് സംഘടനകൾ മാത്രമേ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം ആ ഫീൽഡിലെത്തിയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ അതിലൊന്ന് ഫോക്കസ്ഡ് ആണ്. അഡോളസൻസിനെ, അതായത് കൗമാരക്കാരിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരക്കാർ ജീവിതത്തെ നേരിടാൻ പ്രാപ്തരായാൽ രക്ഷപ്പെടുന്ന ഒരു ജനറേഷനാണ്. അതുകൊണ്ടാണ് ചങ്ങാതിയുടെ പ്രവർത്തനം കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കൗമാരക്കാരിലേക്ക് ഒതുക്കിയിരിക്കുന്നത്. വേറെയും കാരണങ്ങളുണ്ട്. നമുക്കുള്ള വളണ്ടിയേഴ്സിൻ്റെ പരിമിതിയുണ്ട്. കേരളത്തിൽ 1000-ഓളം വളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ പരിമിതിയുണ്ട്. നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ ഫിസിക്കലായ പരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പും എല്ലാവരെയും കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൗമാരക്കാരിൽ എത്തണമെന്ന്, ഫോക്കസ് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതൊരു വൺ വേ ട്രാഫിക് അല്ല. നമുക്ക് തമ്മിൽ സംസാരിക്കാം. നമ്മളുടെ ഉള്ളിലുള്ള ധാരണകൾ കുറേ ഷെയർ ചെയ്തിട്ട് വേണം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. റെഡിയാണല്ലോ? ഇനി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ തരാം. ആ സ്റ്റേറ്റ്മെൻറ്റുകളോട് നിങ്ങൾ യോജിക്കുന്നുവോ ഇല്ലയോ എന്ന് ചാറ്റ് ബോക്സിൽ ഇടണം. അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിലെ ധാരണ വെച്ച് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? അപ്പൊ ഞാൻ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫാൾസ് ആണോ, ആ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ, അതാണ് അതിന്റെ മീനിങ്. യോജിക്കുന്നെങ്കിൽ ട്രൂ എന്നും ഇല്ല എങ്കിൽ ഫാൾസ് എന്നും ചാറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ പോലെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇത് കാണുന്നുണ്ടാവല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവർ ഒരിക്കലും അത് ചെയ്യില്ല. ഇവിടെ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. കുറെ കൂടെ ഇംഗ്ലീഷിനെ നോക്കിയാൽ മതി. മലയാള ട്രാൻസ്ലേഷൻ എല്ലാ സ്ലൈഡിലും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ കാര്യം മനസ്സിലാക്കാൻ രണ്ടും നോക്കിക്കോളൂ. ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവർ ഒരിക്കലും അത് ചെയ്യില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വിചാരിക്കുന്നെങ്കിൽ ട്രൂ എന്ന് മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയുക. ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടു തുടങ്ങിക്കോളൂ. ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ട്രൂ ഫാൾസ്. TNF ഇട്ടാലും മതി. എനിക്ക് ദീപ അല്ലേ? കൃത്യം, നല്ല കാര്യം. നമുക്ക് ട്രൂ ഫാൾസ് എന്നൊക്കെ എഴുതുന്നതിന് പകരം TF എന്ന 2 അക്ഷരം എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. വെരി ഗുഡ്. ട്രൂ ഫാൾസ്, 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 ഫാൾസ്. ചങ്ങാതിമാരൊക്കെ ഉണ്ട്. ചങ്ങാതിമാർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഒരു തവണ ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരാൾ പിന്നീട് ഒരിക്കലും അത് ചെയ്യില്ല. ഇഫ് എ പേഴ്സൺ ഹാസ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ദേ വിൽ നെവർ അറ്റംപ്റ്റ് അഗെയിൻ. ട്രൂ ഓർ ഫാൾസ്? ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിൽ ട്രൂ എന്ന് ഇട്ടോളൂ, ടി എന്ന് അടിച്ചോളൂ, ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഞാനിതൊന്ന് ഈ സ്റ്റേറ്റ്മെന്റുകൾ കഴിഞ്ഞ ശേഷം നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം, തമ്മിൽ സംസാരിക്കാം. കൂടുതൽ പേര് ഫാൾസ്, ഫാൾസ്, ഫാൾസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് ശരിയല്ലാന്നാ തോന്നുന്നു, ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ശരിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഫാൾസ് എന്ന് ഇട്ടോളൂ. ഫാൾസ് ആണ് സാറേ. ഓക്കെ, കുറെ പേരുണ്ട്. 2 ഫാൾസും അല്ല, അതടിച്ചപ്പോൾ അങ്ങനെ വന്നതായിരിക്കില്ലേ? ഓക്കെ, ചിലവർ ട്രൂ എന്ന് പറയുന്നുണ്ട്, ചിലർ ഫാൾസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Once a person is suicidal, they are suicidal forever. ആത്മഹത്യാ പ്രവണത ഒരിക്കലെങ്കിലും പ്രകടിപ്പിക്കുന്ന ആൾ അത് ജീവിതകാലം മുഴുവൻ തുടരും. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണ് സാറേ. ഫാൾസ്. ട്രൂ എന്നിട്ട് ഇവരുണ്ട്. ഓക്കെ, ഫാൾസ് എന്നവരുണ്ട്, ട്രൂ എന്നിടുന്നവരുണ്ട്. മൂന്നാമത്തേത് 3 ട്രൂ എന്നിട്ടവരുണ്ട്. ട്രൂ, 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 ട്രൂ. ഓക്കെ, താങ്ക് യു. എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് അറിയുന്നത് സന്തോഷമാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്. ആത്മഹത്യാ ശ്രമത്തിന് ശേഷമോ വിഷാദ രോഗാവസ്ഥയ്ക്ക് ശേഷമോ ഒരാൾ മനോനിലയിൽ പെട്ടെന്നുള്ള പുരോഗതി പ്രകടിപ്പിക്കുമ്പോൾ ആത്മഹത്യ അപകട സാധ്യത കഴിയുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് കൂടെ ശ്രദ്ധിക്കണേ. മലയാളം ഒരല്പം അത്ര ഈസി ആയിട്ട് എനിക്കും തോന്നുന്നില്ല. മാർക്ക്ഡ് ആൻഡ് സഡൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ആൻ അറ്റംപ്റ്റർ ഫോളോയിങ് എ സൂയിസൈഡൽ ക്രൈസിസ് ഓർ ഡിപ്രസീവ് പീരീഡ് സിഗ്നിഫൈസ് ദ സൂയിസൈഡ് റിസ്ക് ഇസ് ഓവർ.
ആത്മഹത്യ ശ്രമമൊക്കെ നടത്തിയ ഒരാള് പെട്ടെന്ന് മനോനിലയിൽ ഒരു പുരോഗതി കാണിക്കുന്ന ഘട്ടത്തിൽ സൂയിസൈഡ് റിസ്ക് കുറയുന്നോ കൂടുന്നോ എന്നുള്ളതാണ്. ഇവിടെ കുറയുന്നു എന്നാണ്, കഴിയുന്നു, സൂയിസൈഡ് റിസ്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ട്രൂ ട്രൂ ട്രൂ, ഫോൾസ് 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 ഫോൾസ്. കുറെ പേര് ട്രൂ പറയുന്നുണ്ട്, കുറെ ട്രൂ പേര് ആണ് ഫോൾസ്. സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, ട്രൂ മാർക്ക് ചെയ്തോളൂ. ഫോൾസും. 5, ആത്മഹത്യാ പ്രവണത ഒരു മനോരോഗമാണ്. ഓൾ സൂയിസൈഡൽ ഇൻഡിവിജ്വൽസ് ആർ മെന്റലി ഇൽ. ട്രൂ ഓർ ഫോൾസ്? അല്ല, ഫോൾസ്. ഓക്കെ, ഫോൾസ് ആണ്. ട്രൂ എന്നിട്ടവരുണ്ട്, ഫോൾസ് ഉണ്ട്. നോ, ഫോൾസ് ആണ്. ഫോൾസ് ഫോൾസ് ഫോൾസ്. ഫോൾസ് എന്ന് മാത്രം ഇട്ടാൽ പോരെ, അത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനാണ് നോ എന്ന് അടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആരാത്? അമോൾ. ഓ ഗ്രേറ്റ്. കുറേ ചങ്ങാതിമാരെ കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ, എവ്രി സൂയിസൈഡൽ ഡെത്ത് ഇസ് പ്രിവെന്റബിൾ. എല്ലാ ആത്മഹത്യകളെയും തടയാൻ കഴിയും. ഫോൾസ്. ഫോൾസ്. ഫോൾസ് 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 ഫോൾസ്. അതിനകത്ത് എല്ലാവരും ഫോൾസ് തന്നെയാണ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഫോൾസ് ഫോൾസ്. ട്രൂ ഒരാൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾസ് ഫോൾസ്. ഓക്കെ, അടുത്തത്, നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുന്നത് ആത്മഹത്യാ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കും. Talking about suicide or asking someone if they are feel suicidal will encourage suicide attempts. നിങ്ങൾക്ക് ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ഒരാളോട് നേരിട്ട് ചോദിച്ചാൽ അയാളുടെ ഉള്ളിൽ ആത്മഹത്യാ ശ്രമത്തിനെ പ്രോത്സാഹിപ്പിക്കലാവും അത് എന്നാണ് പറയുന്നത്. ട്രൂ ആണ്. ബട്ട് വി ക്യാൻ ഇഫ് മെഷർ. ഓക്കെ ഓക്കെ, ട്രൂ ആണ്. ട്രൂ ആണ് മാർക്ക് ചെയ്തവരുണ്ട്. ഫോൾസ് ഉണ്ട്, കുറേ പേര് ഫോൾസ് പറയുന്നുണ്ട്. ഫോൾസ് ഫോൾസ്. ഓക്കെ, ഫോൾസ് ആണ്, ഫോൾസ് ആണ്. 8, if a person is going to suicide, then nothing can stop them. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാളെ ഒരു രീതിയിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. ഫോൾസ്. ഫോൾസ്. ട്രൂ ട്രൂ ട്രൂ. ട്രൂ ഉണ്ട്, ഫോൾസ് ഉണ്ട്, ഫോൾസ് ഉണ്ട്. ചിലർ ട്രൂ ആണെന്ന് പറയുന്നവരുണ്ട്. അബ്സല്യൂട്ട്ലി ഫോൾസ്. ഒരു രീതിയിലും അതങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, the only successful intervention is that which comes from a psychologist or a psychiatrist. ഒരു മനഃശാസ്ത്രജ്ഞനോ മനോരോഗ ചികിത്സകനോ മാത്രമേ വിജയകരമായ ഇടപെടലുകൾ നടത്താൻ കഴിയുകയുള്ളൂ. ഫോൾസ്. ഫോൾസ് ആണ്, ഫോൾസ് ആണ്. ചിലർ ട്രൂ വന്നവരുണ്ട്. ഫോൾസ് എന്ന് പറയുന്നത് ഭൂരിപക്ഷം പേരും ഫോൾസ് ആണ്, എന്നാലും ട്രൂ എന്ന് ചിന്തിക്കുന്ന ചിലവരെങ്കിലും ഉണ്ട്. ഓക്കെ, സൂയിസൈഡ് ഇസ് ഹെറിഡിറ്ററി. ആത്മഹത്യ പ്രവണത പാരമ്പര്യമാണ്. ഫോൾസ്. ഫോൾസ് ഫോൾസ്. ട്രൂ 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 ട്രൂ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഏകദേശം ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? 99 പാർട്ടിസിപ്പൻസ്, നമ്പർ 99 ഒക്കെ ആയിട്ടുണ്ട്. നല്ല കാര്യം. കുറേ ചങ്ങാതിമാരുടെ പേരുകൾ വീണ്ടും കാണുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ വെച്ചാണ് നമ്മളത് ട്രൂ ഓർ ഫോൾസ് എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുക. പക്ഷേ ഇതിനെ എങ്ങനെയാണ് നമ്മളിത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുക? ആ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഡാറ്റ ബേസ്ഡ് ആയിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം, ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ധരിക്കുന്നതും ശാസ്ത്രീയമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും എങ്ങനെ എന്നുള്ളത് ആണ്. ശാസ്ത്രീയമായി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം ഫാബു സാറോടാണ്. ഫാബു സാർ, ഈ ഫാബു സാർ അല്ലെങ്കിൽ വിജയ രാമൻ സാർ പറഞ്ഞാലും മതി. ഈ ഗ്രൂപ്പിൽ ഭൂരിപക്ഷം പേരും ഇത്തരം കാര്യങ്ങളുമായിട്ട് താല്പര്യമുള്ളവരും ആയിരിക്കുമല്ലോ അല്ലേ? അറ്റ്ലീസ്റ്റ് സൈക്കോളജി ആയിട്ടെങ്കിലും താല്പര്യമുള്ളവരായിരിക്കുമല്ലോ അല്ലേ? അതെ സർ, അതെ സർ. യെസ്. Yes, sir. Yes, sir.
ഓക്കെ ഓക്കെ കുറേ പേര് സൈക്കോളജി പഠിച്ചവരുണ്ടാവും, കൗൺസിലേഴ്സ് ഉണ്ടാവും, അതെനിക്കറിയാം. പക്ഷെ ഭൂരിപക്ഷം പേർക്ക് ഇതിനോട് താല്പര്യം ഉള്ളവർ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളിതിൽ ശാസ്ത്രീയമായ ഒരു കാര്യം കണ്ടെത്തുക എന്ന് പറയുന്നത് അതൊരു മെത്തഡോളജിയാണ്, ഒരു രീതിശാസ്ത്രമാണ്. അതായത് നമ്മുടെ ധാരണ, അറിവുകൾ, ഡാറ്റ വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡാറ്റകൾ വെച്ചിട്ട് ഈ ധാരണ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്നത്. അവിടെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് വിചാരിച്ച ഒരു കാര്യം, ഇന്ന് കണ്ടെത്തിയ ഒരു കാര്യം നാളെ കണ്ടെത്തുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസിഫിക്കേഷനും അവിടെ സാധ്യമാണ്. ഇന്ന് കണ്ടെത്തിയ ഒരു അറിവിനെ നിഷേധിക്കാനും, പുതിയ ഡാറ്റകൾ പുതിയ രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് അത് അങ്ങനെ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പം നിഷേധിക്കാനും ഒരു മടിയുമില്ലാതെ നിഷേധിക്കാനും കഴിയുന്നതിനെയാണ് കൃത്യമായ സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രീയത എന്ന് പറയുന്നത്. അറിയുമായിരിക്കും, പലർക്കും അറിയായിരിക്കും. അപ്പം നമ്മൾ ഇവിടെയും അത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നവർ ഒരിക്കലും അത് ചെയ്യില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മഹത്യ ചെയ്ത വ്യക്തികൾ ഡാറ്റ പറയുന്നത് അതിലെ ബഹുഭൂരിപക്ഷം പേരും, മോർ ദാൻ 95% എന്നാണ് പറയുന്നത്, അവരും മരണത്തിൻ്റെ മുമ്പ് ഞങ്ങളിതാ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്. ഒരാളങ്ങനെ സൂയിസൈഡൽ ആണ്, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നവർ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളിൽ പലവരും പറയാറുണ്ട് ഇത് അറ്റൻഷൻ സീക്കിങ്ങിനാണ്, മറ്റുള്ളവരെ പേടിപ്പിക്കാനാണ്, ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മറ്റൊരാളുടെ ശ്രദ്ധ കിട്ടണമെങ്കിൽ ഞാൻ പോയി ചാവും എന്ന് പറയേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ പറഞ്ഞാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് എൻ്റെ അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്തില്ലെങ്കിൽ ചാവും എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അറ്റൻഷൻ കിട്ടുള്ളൂ എങ്കിൽ അവിടെ ആ ബന്ധത്തിൽ എന്തോ വളരെ സീരിയസ് ആയ പ്രശ്നമില്ലേ? അപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിന് പറയുകയാണെങ്കിൽ, ആര് പറയുകയാണെങ്കിലും ആ പറയുന്നതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അഥവാ ആത്മഹത്യ ചെയ്യുന്ന മിക്കവരും അതിനെക്കുറിച്ച് പറയാറുണ്ട്. മിക്കവരും അല്ല, ബഹുഭൂരിപക്ഷം പേരും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു തവണ ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരാൾ പിന്നീട് ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് വേറൊരു രീതിയിൽ നമ്മൾ ഈ ട്രെയിനിങ്ങിൽ, ഇപ്പോൾ ചങ്ങാതി ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഈ പബ്ലിക് സ്പീക്കിങ്ങിന് ഭയമുണ്ടായിരുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോൾ സാർ കൈ ഉയർത്തുന്നുണ്ട്. ഒരു വേദിയിൽ കയറി സംസാരിക്കുക എന്നുള്ളത് ഒരല്പം ഭയം തോന്നിയിരുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് അറിയാതെ വിചാരം സാറിന് കുറേ പേര് കൈവെക്കുന്നുണ്ട്. ഓക്കെ, എനിക്കും ഉണ്ടായിരുന്നു നല്ല പേടി. ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ കയറിയപ്പോൾ എൻ്റെ മുട്ടിന് താഴെ ഭാരമില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് തോന്നിയത്. ഞാനവിടെ ഉറച്ചു നിൽക്കുമോ എന്ന് പോലും സംശയമായിരുന്നു. തൊണ്ട വരളാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കി എനിക്ക് 2 കൈ ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ ഈ 2 കൈനെ എവിടെയോ ഒളിപ്പിച്ച് വെക്കേണ്ടതെന്ന് അറിയാതെ ഈ 2 കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അതിന് ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കണോ, തിരിച്ചു വെക്കണോ? അപ്പോഴാണ് 2 പോക്കറ്റ് പാൻറ്റിലുണ്ടായിരുന്നതുകൊണ്ട് പോക്കറ്റിനകത്തേക്ക് കൈയിട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി നിൽക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അനുഭവം പലവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? പോൾ സാറേ, ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആദ്യമായി സ്റ്റേജ് കയറിയപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു, വീണ്ടും കയറിയപ്പോൾ എന്താ സംഭവിച്ചു? വീണ്ടും കയറിയപ്പോഴത് വളരെയധികം ബോധപൂർവം ആ പേടിക്ക് എന്ത് പറ്റി? കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. നോക്കൂ, ആദ്യത്തെ പേടി രണ്ടാമത് കയറുന്ന സമയത്ത് കുറയുന്നു, മൂന്നാമത് കയറുമ്പോൾ പിന്നെയും കുറയുന്നു, പിന്നെയും കുറയുന്നു. അഥവാ മലയാളത്തിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയാം, അറപ്പ് മാറുക എന്ന് പറയും അല്ലേ? ആദ്യത്തെ ആ പ്രശ്നമൊക്കെ മാറിക്കിട്ടിയെന്ന് പറഞ്ഞു. ഇത് ആത്മഹത്യാ ശ്രമത്തിനും ബാധകമാണ്. ആദ്യത്തെ അറ്റംപ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾ മാസങ്ങളോ ആഴ്ചകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ ഉറക്കമില്ലാത്ത രാത്രികളിലൊക്കെ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും അറ്റംപ്റ്റ് ചെയ്യുന്നത്. ആ അറ്റംപ്റ്റ് കംപ്ലീറ്റ് ആയില്ല എങ്കിൽ അടുത്ത തവണ പോകുമ്പോൾ ആദ്യത്തെ അത്രയ്ക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. മനസ്സിലായി? അങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തവണ അറ്റംപ്റ്റ് ചെയ്ത ആൾ വീണ്ടും ചെയ്യാനാണ് സാധ്യത, റിസ്ക് കൂടുതലാണ്. അതിനിടയിൽ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ അറ്റംപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കിടയിലുള്ള ചില ലിംഗ്വിസ്റ്റിക് യൂസേജുകൾ പോലും, ഭാഷാ പ്രയോഗങ്ങൾ പോലും ഭയങ്കര അപകടകരമാണ് അല്ലേ? ആത്മഹത്യാശ്രമം
ചെയ്തിട്ട് അറ്റംപ്റ്റ് നടത്തിയിട്ട് ഒരാൾ ജീവിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മളയാളെ പറയുന്നത് എന്താ? ആ ശ്രമം പരാജയപ്പെട്ടു എന്നല്ലേ? മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അയാൾ മരിച്ചു പോയാൽ വിജയിച്ചു എന്നും പറയും. ഈ ആത്മഹത്യാ ശ്രമത്തെ ജയപരാജയം കൊണ്ടല്ല വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ട് WHO അതിന് ചില ഗൈഡ് ലൈനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അത് വിജയിച്ചു പരാജയപ്പെട്ടു എന്നല്ല പറയേണ്ടത്. അറ്റംപ്റ്റ് കംപ്ലീറ്റഡ് ഓർ നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇന്നും എന്താ പറയുക, വെളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളെങ്കിലും അത് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കിട്ടുന്നവരെങ്കിലും അത് ഒഴിവാക്കണം എന്ന് പറയുന്നു. അറ്റംപ്റ്റ് കംപ്ലീറ്റഡ് ഓർ നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വൺസ് എ പേഴ്സൺ ഈസ് suicidal, they are suicidal forever. ആത്മഹത്യാ പ്രവണത ഒരിക്കലെങ്കിലും പ്രകടിപ്പിക്കുന്ന ഒരാൾ അത് ജീവിതകാലം മുഴുവൻ തുടരും. അങ്ങനെ തുടരുമെങ്കിൽ നമ്മൾ ഈ പ്രിവെൻഷനൊക്കെ വേണ്ടി മെനക്കെട്ടിട്ട് എന്താ കാര്യം? അപ്പൊ പ്രോപ്പർ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അയാളെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഇതും തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ നാലാമത്തെ, ആത്മഹത്യാ ശ്രമത്തിന് ശേഷം വിഷാദ രോഗാവസ്ഥയ്ക്ക് ശേഷം ഒരാൾ പെട്ടെന്ന് പുരോഗതി കാണിക്കുമ്പോൾ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ അറ്റംപ്റ്റ് ചെയ്തു, കംപ്ലീറ്റ് ആയില്ല, അയാളെ ഹോസ്പിറ്റലിൽ നിന്ന് ICUലൊക്കെ ആയിരുന്നു, കുറച്ച് ദിവസം ICUലായിരുന്നു, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കും. വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിലപ്പോൾ ബന്ധുക്കളൊക്കെ ഉണ്ടാവും അല്ലേ? അയാളെ വീട്ടിലേക്ക് വരുന്ന ആ ഡേ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അയാൾ ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല, രാവിലെ എഴുന്നേൽക്കാൻ വലിയ താല്പര്യം, സമയത്തിനൊന്നും എഴുന്നേൽക്കുന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ എപ്പോഴും ആരെങ്കിലൊക്കെ ഒരാൾ അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലേ? അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം രാവിലെ അയാൾ എപ്പോഴും വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ മാത്രം എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ വിളിക്കാനായിട്ട് അയാളുടെ മുറിയിലേക്ക് പോകുന്നു. അയാൾ കുളിയൊക്കെ കഴിഞ്ഞ് ഷേവൊക്കെ ചെയ്ത ആൾ ഇരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ എന്ന് പറയുന്നു. അയാൾ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഒന്ന് വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ പറഞ്ഞിട്ട് അയാൾ വെളിയിലേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പെട്ടെന്നുള്ള പുരോഗതി. തലേ ദിവസം വരെ ഉണ്ടായിരുന്നില്ല, ഒരു ദിവസം പെട്ടെന്ന് ഇയാൾ ഭയങ്കര സ്മാർട്ടാവുന്നു. ഈ ഘട്ടത്തിൽ സൂയിസൈഡ് റിസ്ക് കൂടുകയാണോ കുറയുകയാണോ എന്നായിരുന്നു ചോദ്യം. സത്യത്തിൽ ആ ടൈമിൽ സൂയിസൈഡ് റിസ്ക് വളരെയധികം കൂടുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഡിപ്രസീവ് സൈക്കിളിൽ അതിങ്ങനെ ഒരു സൈൻ വേവ് മാതിരിയാണ്. മാത്തമാറ്റിക്കലി പറയുന്ന ഒരു സൈൻ വേവ് എന്ന് വെച്ചാൽ അല മാതിരിയാണ്, നമ്മുടെ കടലിലുള്ള അലകൾ മാതിരിയാണ്, ഇങ്ങനെ പൊങ്ങി താഴ്ന്നാണ് പോകുന്നത്. അതിൻ്റെ ഡീപ്പ് സൈക്കിളിൽ ഉള്ളിലേക്ക് പോകുന്ന ഒരു സൈക്കിളിൽ ഡിപ്രഷൻ അവസ്ഥയിൽ ഒന്നും ചെയ്യില്ല, നല്ല വിശപ്പുണ്ടാവും, മുമ്പിൽ ഭക്ഷണം ഉണ്ടാവും, ശരിക്കും വിശപ്പുണ്ടാവും, ഭക്ഷണം ഫ്രണ്ടിലുണ്ടാവും, എടുത്ത് കഴിക്കാൻ പോലും തോന്നില്ല. അങ്ങനത്തെ സ്റ്റേജുകളുണ്ട്. ആ അവസ്ഥയിലാണ് ഇവരൊന്നും ചെയ്യാൻ പറ്റാതെ മിണ്ടാതിരിക്കുക, ഉറങ്ങി എഴുന്നേക്കുന്നത്, വൈകാതെയൊക്കെ ചെയ്യുക. അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് സൈക്കിൾ നേരെ തിരിച്ചാവുകയാണ്. ഇയാൾ വളരെ ആക്റ്റീവായി തുടങ്ങും. ഈ ആക്റ്റീവായി തുടങ്ങുന്ന ഘട്ടത്തിലാണ് നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ പോയ പല കാര്യങ്ങളും ചെയ്യുക. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കൂടുകയാണ്. ആ സമയത്ത് അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ചിന്തയുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാം ഒന്ന് ശരിയായി വന്നതായിരുന്നു, ആളൊന്ന് ഉഷാറായതാ, അപ്പോഴാണ് വീണ്ടും പോയി ചെയ്തു എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈക്കിൾ വളരെ കെയർഫുൾ ആവേണ്ടതാണ്. പെട്ടെന്നുള്ളൊരു പുരോഗതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ആശാവഹമല്ല. സാധാരണഗതിയിൽ ഇതിൻ്റെ റിക്കവറി എന്ന് പറയുമ്പോൾ അത് ടൈം എടുത്തിട്ട് വരുന്നതാണ്. ഈ പെട്ടെന്നുള്ള അല്ലെങ്കിൽ തന്നെ നമ്മളുടെ പെട്ടെന്നുള്ള മനുഷ്യൻ്റെ അവസ്ഥയിൽ, പെരുമാറ്റങ്ങളിൽ, ബിഹേവിയറിൽ പെട്ടെന്നുള്ള എല്ലാ ചേഞ്ചും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഭയങ്കര റിലീജിയസായി നടന്നുകൊണ്ടിരുന്ന ഒരാൾ ഒരു മോർണിംഗ് തൊട്ട് ഒട്ടും റിലീജിയസ് അല്ലാതെ ഇപ്പോൾ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആൾ അതൊക്കെ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. തിരിച്ചും ഭയങ്കര എത്തിഫ്റ്റായിട്ട്, ഇനി എത്തിഫ്റ്റ് ആവണമെന്നൊന്നുമില്ല, ഇത്തരം ആരാധനാലയങ്ങളിലൊന്നും പോകാതിരുന്ന ആൾ ഒരു ഡേ ഇവിടേക്കൊക്കെ പോയി തുടങ്ങുന്നു എങ്കിൽ, എല്ലാവരോടും കളിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഗ്ലൂമി ആവുന്നുവെങ്കിൽ, പൊതുവേ ഭയങ്കര കളിച്ച് ചിരിച്ചൊന്നും പറയാതെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ചിരിയും കളിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത്തരം ഷിഫ്റ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ എന്തോ സംതിങ് റോങ് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആത്മഹത്യാ പ്രവണത ഒരു മനോരോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല.
കുറച്ച് പേര് അതാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ടാവും. നമ്മൾ രോഗാവസ്ഥ എന്ന് പറയുന്നത് എന്താ? ഇപ്പം രാവിലെ എണീക്കുന്നു എന്ന് വിചാരിക്കും. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കാൻ ഒരു മടി, ദേഹത്തൊക്കെ ഇത്തിരി ഒരു ഫേവറിഷ് ഒരു ടെമ്പറേച്ചർ തോന്നുന്നു, ചെറുതായിട്ടൊരു പനി മാതിരി തോന്നുന്നു. ഞാൻ കുളിക്കുന്നു, എൻ്റെ റൊട്ടീനിലേക്കൊക്കെ പോകുന്നു, ഞാൻ ഇതിനെ മറക്കുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പനി പിടിച്ചു അല്ലെങ്കിൽ എനിക്ക് പനി പിടിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടോ? നമുക്ക് പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടാവും രാവിലെ, അല്ലേ? പിന്നെ എപ്പോഴാണ് നമ്മൾ പനി പിടിച്ചു എന്ന് പറയാ? എനിക്ക് പനിയാണെന്ന് പറയുന്നത് എപ്പോഴാണ്? കിടക്കുമ്പോ പനിച്ച് കിടക്കുമ്പോൾ കിടന്നു പോയി എന്ന് വെച്ചാൽ നമ്മുടെ സാറേ ഒരു സംശയം. ഈ വിഷാദ രോഗികൾ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, അവർ ആത്മഹത്യ ചെയ്യാൻ പ്രവണത ഉള്ളവരല്ലേ? അപ്പൊ അതൊരു മനോരോഗമല്ലേ? അതായത് കറക്റ്റാണ്, ചോദ്യം നല്ല ചോദ്യമാണ് വേണുഗോപാൽ ചോദിച്ചത്. അതായത് വിഷാദ രോഗാവസ്ഥ കൊണ്ട് സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് പോകുന്നവരുണ്ട്. മനസ്സിലാവുന്നില്ലേ? അതായത് ഞാനതിലേക്ക് വരാം. ഞാനിത് ഈ പറഞ്ഞ് തീർത്തിട്ട് അതിലേക്ക് വരാം. അതായത് രോഗം എന്ന് നമ്മൾ പറയുന്നത് ശരിക്ക് അതിനൊരു നിർവചനമുണ്ട്. എന്തിനാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് മനോരോഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ 2 മാനുവലുകളാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്, DSM-ഉം ICD-യും, അല്ലേ? DSM എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ICD എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി എല്ലായിടത്തേക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു രോഗാവസ്ഥ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പ്രൊലോങ്ഡ് ആയിരിക്കണം, അത് ഒരു സർട്ടൺ പീരീഡ് നിലനിൽക്കുന്നു ആ അവസ്ഥ. അത് ചിലത് കേസിൽ 3 ആഴ്ചകളായിരിക്കാം, ചിലപ്പോൾ ഇതിലായിരിക്കാം. അങ്ങനെ തുടർച്ചയായിട്ട് നിലനിൽക്കുകയും എൻ്റെ റുട്ടീനുകൾ ചെയ്യുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത്, എല്ലാ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകൾ എന്ന് പറയുന്നത് രോഗമല്ല. അത് ഈ രീതിയിലെത്തി എന്ന് വിചാരിക്കും. അതായത് റുട്ടീൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, തുടർച്ചയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്താണ്? രോഗമാണ്. വേണുഗോപാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാവുന്നതാണ്. അതായത് ചില മനോരോഗം കൊണ്ട് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഓൾ സൂയിസൈഡൽ ടെൻഡൻസീസ് ആർ മെൻ്റൽ ഇൽനെസ് അല്ല. ചില മനോരോഗം കൊണ്ട് ആത്മഹത്യാ പ്രവണത ഉണ്ടാവാറുണ്ട്. അതിനർത്ഥം എല്ലാ ആത്മഹത്യാ പ്രവണതയും മനോരോഗത്തിൻ്റെ റിസൾട്ട് അല്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ പോലെ ചില ഡിപ്രസീവ് കേസസിലും ചിലത് ഇത് രോഗാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ ഒരു ആത്മഹത്യാ ചിന്ത എന്ന് പറയുന്നത് മനോരോഗമേ അല്ല. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാ സൂയിസൈഡൽ ഡെത്തും പ്രിവെൻറ്റബിൾ ആണോ? എല്ലാ ആത്മഹത്യയും തടയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഫോർ എവറി റൂൾ ദർ ആർ എക്സെപ്ഷൻസ്, അല്ലെങ്കിൽ ഫോർ എവറി റൂൾ ദർ ഈസ് ആൻ എക്സെപ്ഷൻ എന്ന് പറയാറുണ്ട്. എത്രയൊക്കെ ഇൻ്റർവെൻഷൻ എന്തൊക്കെ ചെയ്താലും അതിൻ്റെയൊക്കെ ബൗണ്ടറി വിട്ടിട്ട് പോകുന്ന കുറച്ച് പേര് എപ്പോഴും ഉണ്ടാവും. ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത് മേ ബി ഒരു 10% ഒക്കെ ആയിരിക്കും ജനറലി വരിക, 10 to 15 വരെയൊക്കെ വരാം. നമ്മളൊരു 100 ആളുടെ പ്രോപ്പർ ഇൻ്റർവെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ 100 പേരെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ അതിലൊരു 5-10 പേരൊക്കെ അതിൽ നിന്ന് പോയി എന്നും വരാം. അതാണ് റിയാലിറ്റി, അതാണ്. അതുകൊണ്ടാണ് എല്ലാ സൂയിസൈഡൽ ഇതും പ്രിവെൻറ്റബിൾ അല്ല. ഇനി ഒരാളോട് നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അയാളുടെ ആത്മഹത്യ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊരു ഡാറ്റ കളക്ഷൻ ക്വസ്റ്റ്യനാണ്. ഇതിൽ കൗൺസിലിംഗ് ചെയ്യുന്ന കുറേ പേരെങ്കിലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? കൗൺസിലിംഗ് ഫീൽഡിലുള്ള എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? എല്ലാവരും തന്നെ കൗൺസിലിംഗ് ഫീൽഡിലുള്ള സർ. ഓക്കെ, ഗ്രൂപ്പ് അതാണല്ലോ, അല്ലേ? എല്ലാവരും ഓക്കെ. അപ്പം നമ്മൾ MSc എന്ന് പറഞ്ഞാൽ അറിയാലോ, അല്ലേ? ഏതൊരു ക്ലയൻറ്റ് മുന്നിൽ വന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ മെൻ്റൽ സ്റ്റേറ്റസിൻ്റെ എക്സാം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലെ ഒരു ക്വസ്റ്റ്യനാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അത് ചോദിച്ചു എന്നതുകൊണ്ട് ഇപ്പോൾ തലവേദന വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യമില്ല, എപ്പോഴാണ് തലവേദന, നിങ്ങൾക്ക് തലവേദനയുണ്ടോ, എപ്പോഴാണ് വന്നത്, എന്ന് തൊട്ടാണ് വന്നത് എന്ന് ചോദിക്കുന്ന പോലുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യനാണ്, ചോദിക്കേണ്ടതാണ്. അത് ചോദിച്ചതുകൊണ്ട് ഒരാൾക്കും എന്നെ പോയി മരിച്ചു കളയാമെന്നൊന്നും ചിന്തിക്കില്ല. ഇത് തെറ്റിദ്ധരിക്കരുത്. ഈ ചോദ്യം വൈകാരികമായ ചോദ്യമല്ല,
ഭയങ്കര എന്താ ഈ ഈ പറയുന്ന ടോണിൽ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. നിനക്കൊക്കെ പോയി ചത്തൂടെ? ഇത് രണ്ടും രണ്ടാണ് അല്ലേ? രണ്ടാമത്തേതിൽ ഒരു ഇമോഷണൽ അറ്റാക്ക് ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഓൾറെഡി ആ ചിന്തയായിട്ടുള്ള ഒരാളിലാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ആക്സലറേറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് വരാം. അതല്ല ഇവിടുത്തെ ചോദ്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഒരു ഡാറ്റ കളക്ഷനിലായിട്ട് ചോദിക്കുന്നതാണ്. അത് മാൻഡേറ്ററി ആണ്. ആത്മഹത്യാ പ്രതിരോധത്തിന് ഇറങ്ങുമ്പോൾ അത് ആ വ്യക്തികൾ അങ്ങനെയാണോ എന്ന് അറിയണമെങ്കിൽ ഈ ചോദ്യം ചോദിച്ചേ പറ്റും. അതുപോലെ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച അയാളെ ഒരു രീതിയിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല ചോദിച്ചാൽ പറ്റും. പറ്റില്ല എങ്കിൽ പിന്നെ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കണ്ടല്ലോ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ 100 പേരുണ്ടെങ്കിൽ ആ 100-നെയും പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആ ടെൻഡൻസിയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാളെ പ്രോപ്പർ ഇൻ്റർവെൻഷനിലൂടെ നമുക്കത് കടക്കാൻ പറ്റും. രണ്ട്, ഒരു മനഃശാസ്ത്രജ്ഞനോ മനോരോഗ ചികിത്സകനോ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ വേണമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ ആവശ്യമില്ല. ഏത് മനുഷ്യനും പറ്റാവുന്ന തന്നെയാണ്. ഇനി അതൊരു ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്കൊക്കെ വേണ്ട ഒരു ലെവലാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് പോകാനാണ്. പക്ഷേ സക്സസ്ഫുൾ ഇൻ്റർവെൻഷൻ നടത്താനായിട്ട് നല്ല മനുഷ്യന്മാരായാൽ മതി. ഇത് പാരമ്പര്യമാണെന്ന് പറയുന്നത് ജനറ്റിക്കൽ ആയിട്ട് അല്ല സൂയിസൈഡൽ ടെൻഡൻസി വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ഈ പറഞ്ഞത് സൂയിസൈഡൽ മിത്തുകൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ധാരണകളാണ്, ഞാൻ പറഞ്ഞ മനസ്സിലുള്ള ധാരണകളാണ്. പക്ഷെ അതങ്ങനെയല്ല. ലോകത്ത് പലവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ട്രൂ ആണോ എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിനെ സൂയിസൈഡൽ മിത്ത് എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. ആരോ ഇടയ്ക്ക് എന്താ ചോദിച്ചു? ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഇപ്പൊ സൂയിസൈഡ് റൺസ് ഇൻ ഫാമിലി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് കണ്ടത്, ഫാദർ സൂയിസൈഡ് ചെയ്ത് 1-2 വർഷം കഴിഞ്ഞ് മകള് സൂയിസൈഡ് ചെയ്തു, അമ്മ സൂയിസൈഡ് ചെയ്ത വീട്ടില് അടുത്തയാൾ സൂയിസൈഡ്, പല കേസുകളും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ഹെറിഡിറ്ററി അല്ല എന്ന് പറയാൻ പറ്റും, ടു സെർട്ടൻ എക്സ്റ്റെന്റ് ആണെന്ന് പറയേണ്ടി വരില്ലേ? ഇല്ല, എക്സാമ്പിൾസ് ഉണ്ട്, ലൈവ് എക്സാമ്പിൾസ് കണ്ടതിന് ശേഷം. താങ്കൾ സിജു പറയുന്ന എക്സാമ്പിൾസ് നല്ല കാര്യമാണ് പറഞ്ഞത്. ആ എക്സാമ്പിൾസും നമ്മൾ അങ്ങനെ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ കാണുന്നത് എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൂയിസൈഡ് റിസ്കിൽ ഒരു ഘടകം നമുക്ക് ഈ ഇതിലിപ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നതിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികളാവുമ്പോഴോ ആ വ്യക്തികളോ ഏർലി സ്റ്റേജിലോ അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജിലോ ഇതിനോട് എക്സ്പോസ്ഡ് ആവുകയാണ്. കുടുംബത്തിനകത്ത് ഒന്നങ്ങനെ നടന്ന് കഴിയുമ്പോൾ അതിലേക്ക് എക്സ്പോസ്ഡ് ആവുകയും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ ഇതാണ് എന്ന് അറിയാത്തൊരു ധാരണ ഉള്ളിലേക്ക് വരികയും, വളരെ ഏർലി സ്റ്റേജിലാണ് കുട്ടികൾ ഇത് കണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ അതിൻ്റെ ഇത് ഒരു പ്രശ്നപരിഹാര മാർഗമായിട്ട് കിടക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിംഗ് കേസിന് വന്നൊരു കക്ഷി, അയാൾ 26 വയസ്സാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. മിടുക്കനായ, പഠിക്കാനും മറ്റുള്ളതിലൊക്കെ വളരെ ആക്റ്റീവായിരുന്ന ഒരു വ്യക്തിയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അയാളുടെ വീട്ടിൽ അയാളുടെ അമ്മാവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമ്മാവനെ എന്താ വെട്ടി മുറിച്ച മാതിരിയാണ് ഈ പയ്യൻ കാഴ്ചയിൽ. അപ്പോൾ ഇവൻ വളർന്നു വരുമ്പോഴേ വീട്ടിൽ പറയാറുണ്ട്, നിൻ്റെ അമ്മാവ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിൻ്റെ അമ്മാവ് 32-ാം വയസ്സിലാണ് സൂയിസൈഡ് ചെയ്തത്. ഇവൻ്റെ നടത്തം, നോട്ടം, ഇരിപ്പ് ഒക്കെ ആ ജനറ്റിക് സ്ട്രക്ചർ മുഴുവൻ അമ്മാവൻ്റെ. അവനൊരു 20 വയസ്സൊക്കെ ആയപ്പോൾ അതുവരെ അവനത് അത്ര കാര്യമായിട്ട് അവൻ്റെ ഉള്ളിൽ പോയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത്ര എത്തിയപ്പോൾ അവന് തോന്നി, ഞാനിനി അങ്ങനെ ചെയ്യുമോ? എല്ലാവരും ഈ ഏജ് അവൻ 30-ലേക്ക് അടുക്കും തോറും കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ കക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഷിജു, അതിൽ ഈ ഒരു പ്രശ്നമുണ്ട്, പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൂയിസൈഡ് സ്കൂളുകളിൽ സംഭവിക്കുമ്പോൾ, ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടോ? ടീച്ചർമാരുണ്ടോ? ടീച്ചർമാരുണ്ട്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. പല സൂയിസൈഡ് ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ സ്കൂളിൽ കണ്ടിട്ടുള്ള ആളാണ്. ഓക്കെ. ഈ ഒരു സ്കൂളിൽ ഒരു സൂയിസൈഡ് നടന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അടുത്ത ദിവസത്തെ ആചാരം, ഒരു കറുത്ത ബാഡ്ജും ധരിച്ച് കുട്ടികൾ ആ ബോഡി കാണാൻ പോവുക എന്നൊരു
പ്രോസസ്സ് ഉണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ എക്സാക്ട്ലി എന്റെ ഇന്ന് 32 കൊല്ലത്തെ സർവീസിൽ ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്ത് ഞാൻ കണ്ടു. ഓക്കെ, നല്ല കാര്യം. നന്ദജൻ, ആ, ഇന്ന് എൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു കോർപ്പറേറ്റ് വർക്ക് ചെയ്യണ ഒരു ലേഡി ആ, ആത്മഹത്യ ചെയ്തു. ആ. അവളുടെ ദാമ്പത്യ ബന്ധമാണ് പ്രശ്നത്തിലേക്ക് പോയത്. സൗഹൃദ എന്ന ഒരു കൂട്ടായ്മയിൽപ്പെട്ട വ്യക്തിയാണ്, സോഷ്യൽ വ്യക്തിയാണ്. അവിടെ എല്ലാം ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട്. ഇത് വാസ്തവത്തില് എക്സ്പോഷറാണ്. എക്സ്പോഷർ വേറൊരു രീതിയിൽ കൂടെ. ഇപ്പൊ കുട്ടികളുടെ കാര്യം എടുക്കൂ. കുട്ടികള് ആ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വീട്ടിൽ പോകുന്നു, അയാളുടെ ബോഡി അവിടെ കിടത്തിയിട്ടുണ്ടാവും. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അപ്പൊ എന്തൊക്കെയായിരിക്കും പറയുക? മരിച്ച കുട്ടിയുടെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടാവും. നീ എൻ്റെ സ്വത്തല്ലേ, മുത്തല്ലേ, വാവയല്ലേ, അതല്ലേ, ഇതല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് 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 ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും അച്ഛനോ അമ്മയോ ചേർത്ത് പിടിക്കാത്ത, കെട്ടിപ്പിടിക്കാത്ത, നല്ല വാക്ക് പറയാത്ത, ചിലപ്പോൾ ഈ കുട്ടിയുടെയും പറഞ്ഞിട്ടുണ്ടാവില്ല, മരിച്ചു കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കുട്ടി ഈ സീൻ കാണുകയാണെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ അമ്മയും അച്ഛനും എന്നെയും കെട്ടിപ്പിടിച്ച് കരയും ഇല്ലേ എപ്പോ? ഇത് ഒരു തോട്ടായിട്ട് അകത്ത് കയറാൻ സാധ്യതയുള്ള, സൂയിസൈഡ് റിസ്കിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ മരണങ്ങൾക്കും പോകാം, കുഴപ്പമില്ല. പക്ഷേ ആത്മഹത്യ, ആ ഒരു മരിച്ച വീട്ടിലെ ഹീറോ ആരാ? ഡെഡ് ബോഡി. ഡെഡ് ബോഡിയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഹീറോ വർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് പറ്റുകയാണെങ്കിൽ സ്കൂളിൽ ഒരു അനുശോചനവും കൂടി നിർത്തുക എന്നുള്ളതല്ലാതെ വീട്ടിലേക്ക് അന്ത്യ കാഴ്ചയ്ക്കായിട്ട് പോകുന്നത് സൂസൈഡ് കേസിൽ ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഭയങ്കര സാമൂഹികവും മാനുഷികവും ഒക്കെ ആയിട്ട് അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് അക്സെപ്റ്റബിൾ ആവുമെന്ന് അറിയില്ല. പക്ഷെ അത് കുട്ടികളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. തുടർച്ചയായിട്ട് വദറിങ് എഫക്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയോളൂ. സൂസൈഡിനകത്തൊക്കെയുള്ള അത്തരം സംഭവങ്ങൾ പോലും നടന്നിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട് ഒരു സ്കൂളിനകത്ത് ഒരു കുട്ടി സൂസൈഡ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് ആ ക്ലാസ്സിൽ നിന്ന് തന്നെ സൂസൈഡ് ഉണ്ടാവുകയൊക്കെ ചെയ്തു, ആ സ്കൂളിൽ നിന്നും. അത് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളും കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിത് ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് എക്സ്പോഷറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ സൂയിസൈഡൽ എക്സ്പോഷർ ഉള്ള ആൾക്കാർക്ക് സൂയിസൈഡ് റിസ്ക് ഉണ്ട്. അവരെല്ലാവരും ചെയ്യണമെന്നൊന്നുമല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സൂയിസൈഡൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരായിരിക്കും? പോലീസുകാരാണ്, ഡോക്ടേഴ്സാണ്. പോലീസുകാരിൽ റിസ്ക് കൂടുതലാണ്. പിന്നത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അത് കൗൺസിലേഴ്സാണ്. നമ്മൾ ആ റിസ്കിലാണ്, മനസ്സിലാവുന്നില്ലേ? നമുക്കിത് ഭയങ്കര ഇതിലേക്ക് പോകുക. ഒരു പ്രൊഫഷൻ വൈസ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്ന പ്രൊഫഷണലുള്ളത് ഏതാ? കൗൺസിലേഴ്സാ. കൗൺസിലേഴ്സാ, മനസ്സിലായില്ലേ? ഇവിടെ കാഞ്ഞങ്ങാട് ഒരു സ്കൂളിൽ അങ്ങനെ അപകടത്തിൽ വണ്ടിയിൽ പോയിട്ട് അങ്ങനെ, എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ ഡെഡ് ബോഡി കാണാൻ പോയിട്ട് കൗൺസിലർ പോകേണ്ടി വന്നു ആ ക്ലാസ്സിൽ മുഴുവൻ. എല്ലാവർക്കും പ്രശ്നം ഉണ്ടായി. ഓക്കെ ഓക്കെ ഉണ്ടാവും, അത്രയാണ്. അപ്പൊ ഇതിന് പൊതുവെ നമ്മൾ സൂയിസൈഡൽ മിത്തുകൾ എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഇനിയും കുറേ മിത്തുകളുണ്ട്, ഞാൻ എല്ലാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങൾ എല്ലാം ആൾക്കാരാണ്. സ്വാർത്ഥതയുടെ പ്രകടനമാണോ ആത്മഹത്യ എന്ന് ചോദിച്ചാൽ നോ. അതുപോലെ ഓക്കെ. അപ്പം അടുത്ത ഈ സൂയിസൈഡ് നടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും കാണാറുണ്ട്, പല 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 കുട്ടികളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അവർ മൊബൈലിൽ പിടിച്ചു വാങ്ങിച്ചത്, ടി വി കാണാൻ സമ്മതിച്ചില്ല, റിമോട്ട് വാങ്ങിച്ചു, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല, അതിനൊക്കെ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താ ഈ പിള്ളേരൊക്കെ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചെറിയ കാര്യമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടിയാണല്ലോ ഈ ഒരു ഇപ്പൊ പ്രണയമുണ്ട് സാറേ. പ്രണയമുണ്ട്, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു, അതിപ്പോ ഒക്കെ അതിനു വേണ്ടി ചെയ്യുമ്പോൾ എന്തിനായി പിള്ളേർ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടാവും. പോൾ പടയാട്ടി പറഞ്ഞത് ചെറിയ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. ശരിയാണ് സാർ, ചെറിയ കാര്യം ആർക്കാ? അല്ല സാർ, ചെറുതെന്ന് പറഞ്ഞാൽ ആർക്കാ? നമുക്ക്.
അനുഭവിക്കുന്നവനല്ല. നമ്മക്ക് ചെറുത് അവർക്ക് വലുത്. അതെ അതെ. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതുകൂടെ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇനീഷ്യൽ പോർഷൻ, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളൊരു വീട്ടിൽ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കും, ബോൾഡർ കൊണ്ടുവന്നു. അതിന് ചിലപ്പോൾ ഫൗണ്ടേഷൻ ഇടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പാറമടകളിലൊക്കെ പോയി വലിയ വലിയ പാറകളൊക്കെ അവിടെ ഉണ്ടാവും. ആ പാറയെ പൊട്ടിക്കാനായിട്ട് നമ്മളൊരു ഹാമർ എടുത്ത് അതിൽ അടിക്കുന്നതെന്ന് വിചാരിക്കും. ആദ്യത്തെ അടിക്കുന്ന ഹാമർ അല്ല ഐ മീൻ ബോൾഡർ കല്ല് പൊട്ടാറുണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? അടിക്കും. വീണ്ടും അടിക്കും, വീണ്ടും അടിക്കും, വീണ്ടും അടിക്കും. അങ്ങനെ നമ്മളൊരു 50 അടി 49 അടി അടിച്ചു എന്ന് വിചാരിക്കും. അവസാനത്തെ അടിക്ക് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആരെ പറഞ്ഞ ഓമനല്ലേ? 49 അടി അടിച്ചു, പൊട്ടിയില്ല. 50ാമത്തെ അടി അടിച്ചു, പാറ പൊട്ടി. എന്നാ പിന്നെ ടീച്ചറെ ആ അവസാനത്തെ അടി ആദ്യം അടിച്ച പോരെ? അല്ല, ആ 49 അടിക്കും പ്രാധാന്യമുണ്ട്. എന്ത് പ്രാധാന്യമുള്ള? ആ 49 അടിയിൽ കുറെ ആ കല്ലിന് ആഘാതം വന്നിട്ടുണ്ട്, പൊട്ടാനുള്ള പ്രവണത വന്നിട്ടുണ്ട്. 50ാമത്തെ അടിയിൽ പൊട്ടിയപ്പോ നമ്മൾ വിചാരിച്ചു ആ 50ാമത്തെ അടി ആദ്യം അടിച്ചാൽ മതിയായിരുന്നു. വെരി ഗുഡ്, കറക്റ്റാണ് പറഞ്ഞത്, പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്. ഈ 49 അടിയും ആഘാതം സൃഷ്ടിക്കുന്നുണ്ട് എവിടെ? കല്ലിന്, വലിയ പാറയ്ക്ക്. അപ്പൊ നമുക്ക് പുറമേ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ എവിടെയാണ് ഈ ആഘാതം? ഉള്ളിലുണ്ട്. അപ്പൊ 50ാമത്തെ അടി ആഘാതം ഉണ്ടായിട്ടുണ്ടാവും. ഉള്ളിൽ ആഘാതം ഉണ്ടായിട്ടുണ്ടാവും, കല്ല് ഉള്ളിൽ വിണ്ട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അതെ. പക്ഷെ ആ 50ാമത്തെ അടി നേതാവായി. അതെ. അല്ല, ഈ 50ാമത്തെ അടി ഒരുപക്ഷെ ഈ 49 അടിയേക്കാൾ മൃദുവായ ഒരു തട്ടലായിരിക്കും. നോക്കൂ, ഓൾറെഡി ഉള്ളു വിണ്ട് വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കല്ലിലെ 50ാമത്തെ ഒരു ചെറിയ തട്ടൽ കൂടെ തട്ടുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. ആ 50ാമത്തെ ചെറിയ തട്ടലാണ് ബ്രേക്കപ്പ്, മൊബൈൽ പിടിച്ചു വാങ്ങൽ, TV കാണാൻ അനുവദിക്കാത്തത് തുടങ്ങി നമ്മൾ കാണുന്ന കാരണങ്ങൾ. ക്ലിയർ ആണോ? നമ്മളിതിൻ്റെ കാരണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു മരണം നടക്കുന്ന സമയത്ത് പോലീസ് അതൊരു FIR ഇടും, അസ്വാഭാവിക മരണത്തിന്. എന്നിട്ട് അവിടെ വന്ന് ഈ ബോഡിയൊക്കെ തിരിച്ചിതെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ അതിലൊരു കാരണം എഴുതി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് സംഭവിച്ചത് എന്താണോ അത് എഴുതി വയ്ക്കും. അതിൽ ബ്രേക്കപ്പ് ആയിരിക്കും, അമ്മ ചീത്ത പറഞ്ഞതായിരിക്കും, മൊബൈൽ കൊടുക്കാത്തതായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം അവിടെ എഴുതുന്നു, ഫയൽ ക്ലോസ് ചെയ്യുന്നു, പോകുന്നു. നിരുപദ്രവകാരി എന്ന് നമുക്ക് തോന്നും. പക്ഷേ സൂസൈഡിനെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ആധാരമാക്കുന്നത് ഈ രേഖയാണ്. എന്നിട്ട് ഇതിൻ്റെ ബേസിൽ നമ്മൾ പറയും പ്രണയ നൈരാശ്യം മൂലം ഇത്ര ശതമാനം ആത്മഹത്യ ചെയ്തു. അത് ഇതിൻ്റെ അവസാന കാരണമാണ്. മരണപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും പിന്നിൽ 49 ഒരു നീണ്ട എപ്പിസോഡുണ്ട്. എന്തിൻ്റെ എപ്പിസോഡ് എന്ന് വെച്ചാൽ, ഏതാണ് ഏറ്റവും വലിയ വേദന ഒരു മനുഷ്യൻ്റെ? റിജക്ഷൻ അഥവാ അവഗണനയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും വലിയ വേദന. ഫിസിക്കൽ പെയിനൊന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. മരണപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ പിന്നിലും അവഗണനയുടെ ഒരു നീണ്ട എപ്പിസോഡുണ്ട്. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാ പ്രതിരോധത്തിന്, ആത്മഹത്യയുടെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അവഗണനയാണെങ്കിൽ, അപ്പോൾ എല്ലാ ആത്മഹത്യകളും അവഗണന കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റൂളിനും ഒരു എക്സെപ്ഷൻ്റെ ഒരു 10% അപ്പുറം ഇതിൽ നിന്നൊക്കെ വേറിട്ട് കിടക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ എന്താ പറയുക, പിന്നെ രോഗാവസ്ഥ കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ ഇതിലൊക്കെ ഉണ്ടാവും. ബഹുഭൂരിപക്ഷം ആത്മഹത്യകളുടെയും കാരണം അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നീണ്ട അവഗണനയുടെ ചരിത്രങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? യെസ്, എക്സാക്ട്ലി. പരിഗണിക്കുക, ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരാളെ കേൾക്കൂ, അയാൾക്ക് പറയാനുള്ളതിനെ മുഴുവനായിട്ടും കേൾക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ ഒരു പരിധി വരെ ഇതിൽ നിന്ന് വെളിയിലേക്ക് മറികടക്കും. അപ്പം അത് വെറുതെ കേൾക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതിനൊരു ആക്റ്റീവ് ലിസണിങ് ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ചങ്ങാതി ചെയ്യുന്നത് ആ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. 2 ദിവസത്തെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അത് വെച്ച് കുട്ടികളെ കേൾക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്. ഈ കേൾവി കൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ആ ഉള്ളിൽ അടിഞ്ഞുകൂടിയ എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞതിൻ്റെ
എന്താ ഇത് കുറേയൊക്കെ മാറിക്കിട്ടുക എന്നുള്ളത് അതിലൂടെ ആയിരിക്കും വരിക. പക്ഷെ നമ്മൾ അങ്ങനെയാണോ സൊസൈറ്റി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റി മരിച്ചാലും വെറുതെ വിടില്ലല്ലോ അല്ലേ. ഇത് കണ്ടോ, ഒരു ഞങ്ങളറിയുന്ന പാലക്കാടുള്ളൊരു പിന്നെ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഇംഗ്ലീഷിലായിരുന്നു പോസ്റ്റ്. ജീവിത പ്രതിസന്ധികളെ നേരിടാൻ എന്നെപ്പോലെ കരുത്തുള്ളവളായിരിക്കും നീയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. അഡിയോ എന്ന് പറഞ്ഞാൽ ബൈ ബൈ എന്നാണ് ഇട്ടത്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ്. നോക്കൂ, നിന്നെ അറിയുന്ന ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റണില്ല, അപ്പോൾ നിന്നെ കൂട്ടുകാരിയെ പോലെ സ്നേഹിച്ച നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ കൊച്ചനുജനെ എങ്ങനെ സഹിക്കും? ഈ കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് ആ പാവങ്ങളുടെ മുഖമൊന്ന് നിനക്ക് നോക്കൂ. മരിച്ച കുട്ടിയോട് നമ്മൾ എന്താ കാണിക്കുന്നത്? ബ്ലെയിമിംഗ് ആണ്, കുറ്റപ്പെടുത്തല. വേറൊരു കക്ഷി പറയും, ഒരു നിമിഷത്തിൻ്റെ മനസ്സിലെ ചാഞ്ചാട്ടം ഒരുപാട് പേർക്ക് ദുഃഖം സമ്മാനിച്ചു. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു നിമിഷത്തിൻ്റെ ചാഞ്ചാട്ടം എന്ന് അദ്ദേഹം അങ്ങ് തീർപ്പ് കൽപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളോ അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവിടെ ചിന്തിക്കുന്നില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഒന്ന് ഓർക്കണമായിരുന്നു. അത് ഓർത്തതുകൊണ്ടാണ് ആ കുട്ടി മരിച്ചത്. പുറമേക്ക് ഭയങ്കര ഗംഭീരമായി കളിച്ച് ചിരിച്ച് ഹാപ്പി ഫാമിലി എന്ന രീതിയിൽ നടക്കുന്ന ഒരു ഫാമിലിയിലെ കുട്ടിയാണത്. അവൾ സ്കൂളിലെ എല്ലാ കലാപരിപാടികളിലും പങ്കെടുക്കണം. പാലക്കാട്ടെ പിന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകുടുംബത്തിലെ ചെറിയ കുട്ടിയാണ് അവൾ. അവളുടെ അച്ഛനും അമ്മയും എല്ലാ ഫംഗ്ഷനുകളിലും കളിച്ച് ചിരിച്ച് ഇവരുടെ കൂടെ പോകുന്നതാണ് മറ്റുള്ളവരുടെ കൂടെ. പക്ഷെ അവർ വർഷങ്ങളായിട്ട് അകന്ന് ജീവിക്കുന്നവരായിരുന്നു. അപ്പം ഇതൊന്നും നമ്മൾ പുറമേക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. പരിചയപ്പെട്ട വന്ന ആൾ മുതൽ ഒരു അനുജത്തിയെ പോലെ മകളെ പോലെ കണ്ടു. ഒരു നിമിഷം ഞങ്ങളെ ആരെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നു എന്ന്. അവളെ വന്ന് ഇങ്ങോട്ട് ഓർക്കണം. നമുക്കങ്ങോട്ട് പോയിട്ട് ഒരാളുടെ അടുത്ത് അറിയുന്ന ഒരാളോട് എന്താ നിനക്ക് പറ്റിയ, അറിയോ ഓക്കെ എന്ന് ചോദിക്കുന്നില്ല. നിനക്ക് എൻ്റെ അടുത്ത് വരായിരുന്നില്ലേ എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ബ്ലെയിമിങ് ടോണാണ്. ഇത് മുഴുവൻ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് എടുത്താണ് ആൾക്കാരെ ഇട്ടത്. ഇത്രയും വേണ്ടായിരുന്നു. വല്ലാത്തൊരു ഷോക്കാണ് ഞങ്ങൾക്ക് എന്ന്. എനിക്ക് ഷോക്കായി. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ആ പറയുന്നതിൻ്റെ ഒന്ന് നോക്കൂ. അമ്മയെങ്കിലും ഓർത്തുകൂടെ? സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുട്ടി. ഇത് കുറച്ചുകൂടെ മാനുഷികമായ ഒരു കമൻ്റായിട്ട് എനിക്ക് തോന്നിയത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുട്ടി എന്നും കാണുമ്പോൾ ചിരിച്ച് ടാറ്റ പറയുന്ന മോള് ജീവിതത്തിൽ എന്നേക്കുമായി ടാറ്റ പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അയാൾ ഒരു ബ്ലെയിമിങ് ടോണില്ല. ആ മനുഷ്യൻ ഞെട്ടി എന്നുള്ള തൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനവൾ ചെയ്തു? മിടിമിടിക്കാണ്, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോട്ടെ, എല്ലാവരും ക്യാമറയില് നോക്കിയാൽ കാണാം അതിന് കല്ലെറിവില്ല. മൂന്ന് കുട്ടികൾ വന്നിരുന്നു. അത് നമ്മൾ എപ്പോഴും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തത്. അല്ലാതെ ആ തല്ലിയിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. വീട്ടിലെ പ്രഷറുണ്ട്, സ്കൂളിൽ വന്ന സ്കൂളിലും പ്രഷറുണ്ട്. ഇല്ലാന്ന് പറഞ്ഞിട്ട് ടീച്ചറെ ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ ടീച്ചർ നോക്കൂ. ഇത് പാലക്കാട് കണ്ണാടി ഹൈസ്കൂളിൽ ഈ വർഷാരംഭത്തിൽ നടന്ന ഒരു സൂയിസൈഡ് നടന്ന ശേഷം ആ കുട്ടികൾ നടത്തിയ വികാര തളർച്ചയിൽ അവർ നടത്തിയ ഒരു പ്രകടനമാണ്. അതിലെ കുട്ടികൾ പറയുന്നതിൻ്റെ സെൻസ് ഒന്ന് മനസ്സിലാക്കിക്കൂടെ? നമ്മൾ പലവരും എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്നവരല്ല പറഞ്ഞു, പൊതുസമൂഹത്തെക്കുറിച്ച് പറയുന്ന. അവന് ആരുമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ആ കുട്ടികളെ പറയുന്നത്. 9ലും 8ലും പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് മനസ്സിലായിരിക്കുന്നു അവൻ ആരുമില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ ആരുമില്ല എന്നുള്ള ആ റിജക്ഷനാണ് പല മരണങ്ങളുടെയും പിന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അതിനെതിരെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. സൂയിസൈഡ് ഇസ് എ ക്രൈ ഫോർ ഹെൽപ്പ്, നോട്ട് എ വിഷ് ടു ഡൈ. ആത്മഹത്യ എന്ന് പറയുന്നത് മരിക്കാനുള്ള ആഗ്രഹമല്ല, ജീവിക്കാനുള്ള കരച്ചിലാണ്. ആ കരച്ചിൽ നമുക്ക് കേൾക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മളവരെ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. ആശ്വസിപ്പിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ സോക്കാളുടെ ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ആശ്വാസമാവില്ല. നമ്മളൊന്ന് അടുത്തിരുന്നാൽ മതി, പറ്റിയാലൊന്ന് കൈ ചേർത്ത് പിടിച്ചാൽ മതി. അവർ പറയുന്നതിന് മുഴുവനൊന്ന് കേൾക്കൂ. അവർ കരയുകയാണെങ്കിൽ കരഞ്ഞ് തീരട്ടെ. അവരുടെ ഉള്ളിലുള്ള ഇമോഷനെ വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഇമോഷണൽ ടോയ്ലറ്റായി മാറുക എന്നുള്ളതാണ് ഈ ആക്റ്റീവ് ലിസണിങ്ങിലൂടെ ചങ്ങാതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള ഏത് സാധനവും നമ്മുടെ മേലെ വന്ന് തട്ടാൻ ഓർക്കുക, കേൾക്കുക, ആക്റ്റീവായിട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് സൂയിസൈഡ് പ്രിവെൻഷനിൽ ലോകം പ്രൂവ് ചെയ്ത പ്രിവെൻഷൻ മെത്തേഡിൽ
വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് എന്ന് പറയാവുന്നത്. മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മളെ ചങ്ങാതി എന്ന് പറയുന്നത് 10 വർഷമായിട്ട് പാലക്കാട് ബേസ് ചെയ്ത് തുടങ്ങി. പക്ഷേ പാലക്കാട് മലപ്പുറം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ റൈഫ്, രമേഷ് ഭായ്, ഫീമ അവരൊക്കെ ഉണ്ട്. മലപ്പുറത്തെ പുലികളാണ് അവർ. 15,000-ലധികം കുട്ടികൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്നും മലപ്പുറത്തൊരു സ്കൂളിൽ ബിഫ്രണ്ടിങ് നടന്നിട്ടുണ്ട്. ഇതിൽ കുറേ പേര് അവിടെ പോയവർ തന്നെ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ തന്നെ 500ഓളം കുട്ടികൾ ഒരു തവണയെങ്കിലും അറ്റംപ്റ്റ് ചെയ്തവരായിരുന്നു നമ്മുടെ മുമ്പിൽ വന്നത്. ആ കുട്ടികളാരും പിന്നീട് സൂസൈഡ് ചെയ്തതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു സ്കൂളിലും സൂസൈഡ് നടന്നിട്ടുമില്ല. ഇത് രണ്ടും നമ്മൾ ഈ ചെയ്തത് കൊണ്ടാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നാമത് ഈ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എടുത്തു കാണിക്കാൻ കഴിയില്ല. ഞാൻ 10 വീട് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 10 എണ്ണത്തെ കാണിക്കാൻ പറ്റും. 10 ആത്മഹത്യയെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ നേരത്തെ ആ വീഡിയോ കാണിച്ച കണ്ണാടി സ്കൂളിൽ ആ സ്കൂൾ കോമ്പൗണ്ടിൽ ഹൈസ്കൂളും ഉണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പോകുന്ന സ്ഥലമാണ്. ആ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൽ ഹൈസ്കൂൾ ടീച്ചറോട് ഹൈസ്കൂളിലേക്ക് ഇത് വേണമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അവർ പക്ഷെ എന്തുകൊണ്ടും അവർ അതിനോട് അത്ര താല്പര്യം കാണിച്ചില്ല. സൂസൈഡ് നടന്ന ഹൈസ്കൂളിലാണ്. ഹയർ സെക്കൻഡറിയിൽ നമ്മളിപ്പോഴും പോകുന്ന സ്ഥലം അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൂസൈഡ് പ്രിവെൻഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. 1 മണിക്കൂർ സമയമായിരുന്നു, പറഞ്ഞ 1 മണിക്കൂറായി. ബാക്കി നമുക്ക് ഡിസ്കഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്ക് സമയമുണ്ട്, ഡിസ്കഷനിൽ ഇരിക്കാൻ ഞാൻ തയ്യാറാണ്. ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും, അറിയില്ല എങ്കിൽ നമുക്കൊന്നിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. യെസ്, ഒരു മിനിറ്റ്. ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഫൈനൽ വോട്ടർ താങ്ക്സ് ഒക്കെ പറഞ്ഞിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ കുഴപ്പമില്ല. താങ്ക് യു നന്ദജൻ സാർ. ആത്മഹത്യാ പ്രതിരോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയും ആവശ്യവുമാണ്. അതിനെ വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന നന്ദജൻ സാറിനും സാറിൻ്റെ ചങ്ങാതി ഗ്രൂപ്പിനും എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വളരെ പ്രബുദ്ധമായ ഒരു ടോപ്പിക്. നമുക്കറിയാം, കഴിഞ്ഞ ഗാസിയാബാദിൽ 3 കുട്ടികൾ, ഒരേ വീട്ടിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ എപ്പോഴും നമ്മുടേതായ രീതിയിലുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ടാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു സിസ്റ്റമാറ്റിക്, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുണ്ട്. അത് കൃത്യമായിട്ട് നന്ദൻ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. ആദ്യമായി നമുക്ക് മനോഹർലാൽ സാറിനെ ഒന്ന് വിളിക്കാം. അതിനുശേഷം നന്ദിയും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മനോഹർലാൽ സാർ. ഓക്കെ സാർ. നന്ദജൻ സാറിൻ്റെ ക്ലാസ് വളരെ നമ്മുടെ കൗൺസിലിംഗ് മേഖലയിലുള്ളവർക്കൊക്കെ വളരെ ഇൻസൈറ്റ് തരുന്ന ഒരു ക്ലാസ്സാണ്. ചങ്ങാതിയെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറേ പേര് ഇതിൽ ചങ്ങാതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ ആത്മഹത്യ പ്രതിരോധത്തെ പറ്റി തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളുടെ തെറ്റിദ്ധാരണകൾ, അതൊക്കെ ഒരു ഐ ഓപ്പണിംഗ് ആണ് പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വിചാരിച്ച ചില കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കൊരു മെസ്സേജ് ആയിട്ട് കിട്ടുന്ന ആത്മഹത്യാ പ്രവണതകള് നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ, വാർണിംഗ് സിഗ്നൽസ് ഉണ്ട്. ആ വാർണിംഗ് സിഗ്നൽസ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ എപ്പോഴും കൗൺസിലിംഗ് മേഖലയുള്ളവർക്ക് നമ്മളത് അപ്പോൾ സാറ് പറഞ്ഞ ഒരു പെട്ടെന്ന് ഒരു പരീക്ഷയിൽ മാർക്കില്ലാതെ ചീത്ത പറഞ്ഞതിൽ ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഈ നമ്മളെ ഒരു എക്സാം ഫിയറിനെ പറ്റി നമ്മളൊരു PCT പുനർജനി എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ആളുകളെ കേൾക്കാനും എക്സാം ഫിയർ കുറയ്ക്കാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ആത്മഹത്യ പ്രവണത കാണിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഈ എപ്പോഴും ഈ അശുഭ കാര്യങ്ങൾ സംസാരിക്കുക എന്നതും കൂടി ഇവരുടെ ഒരു ചിന്താരീതിയാണെന്നാണ് നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. ചിലപ്പോൾ അമിതമായ ദേഷ്യം കാണിക്കും, ചില അശുഭ കാര്യങ്ങൾ മാത്രം സംസാരിക്കും, ഇഷ്ടപ്പെട്ട വസ്തുക്കള് എത്രയും പെട്ടെന്ന് മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കുന്ന ചില സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ അതിന്റെ പിന്നോട്ട് പോകുമ്പോൾ, അതിൽ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റിന്റെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പെട്ടെന്നുണ്ടാകുന്നല്ല, അതിന് പിന്നോട്ട് പോകും, ആ സൈക്കോളജിക്കൽ ഓഡിറ്റ്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് കാണാം തുടക്കത്തിൽ അവർ കാണിച്ച ചില കാര്യങ്ങൾ, അതൊന്നും നമ്മുടെ എപ്പോഴാണ് അറിയുന്നത്, നമ്മുടെ ഈ ആളുകളുടെ റിലേറ്റീവ്സ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നല്ല കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ആത്മഹത്യ പ്രവണതയെ ചെറുക്കുന്നതിന് ഒരു ഒറ്റമൂല്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനെന്താ വെച്ചാൽ ആത്മഹത്യ, സാറ് പറഞ്ഞ പോലെ ആത്മഹത്യ പ്രവണതയെ നിരീക്ഷിക്കുകയും
തുടക്കത്തിൽ നിരീക്ഷിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയാൻ, ആക്റ്റീവ് ലിസണിങ്. ഇപ്പൊ നമ്മളെ ഈ കൗൺസിലർമാർ ചെയ്യുന്ന കാര്യങ്ങളും അതിലൊരു കാര്യമാണ് സൈക്കോളജിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ആക്റ്റീവ് ലിസണിങ്ങളാണ്. ഇപ്പൊ സാറ് പറഞ്ഞ ഭയങ്കര ഒരു വലിയ ഒരു കാര്യമാണ്. കാരണം കൗൺസിലർമാരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ പലപ്പോഴും അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. കാരണം നമ്മളൊക്കെ അത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയാലും നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് വിമുക്തിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, ഇതുപോലെയുള്ള നല്ല ഗെറ്റ് ടുഗദറുകൾ, കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കുന്ന തൊഴിലിടങ്ങളിൽ സമ്മർദ്ദങ്ങളിൽ നമ്മളെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ നമ്മൾ വളരെ സമ്മർദ്ദരഹിതമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷങ്ങളും കൂടി ഉണ്ടാക്കണം എന്നുള്ള ഒരു സൂചന കൂടി സാർ ഇതിലൂടെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കൗൺസിലർമാർ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ പരിപാടികളിലൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ നന്ദനം സാറിന് തയ്യാറാണെങ്കിൽ ചങ്ങാതി പോലെയുള്ള പ്രവർത്തന പരിപാടികൾ PCT-യിലേക്ക് കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ആത്മഹത്യാ പ്രതിരോധം വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദിയിൽ പിന്നെ സാറിനെ ക്ഷണിക്കുകയൊക്കെ ചെയ്ത കോട്ടയത്തിലെ ഭാരവാഹികൾക്ക് സാധു സാറിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു നന്ദൻ സാർ, താങ്ക് യു സാബു സാർ. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കോട്ടയം ഉണർവിൻ്റെ 17ാമത്തെ പ്രോഗ്രാമാണിത്. അപ്പോൾ കോട്ടയത്തിൻ്റെ പ്രതിനിധിയായി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബാബു തോമസ് സാർ ഒഫീഷ്യലായിട്ട് ഔട്ട് ഓഫ് താങ്ക്സ് കൊടുക്കും. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ബാബു സാർ, യു ആർ വെൽക്കം. ഏറ്റവും പ്രിയ PCTA കുടുംബാംഗങ്ങളെ, ഇന്ന് പ്രഗത്ഭനായ ഒരു വ്യക്തി ആത്മഹത്യാ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കും. ശ്രീ നന്നജൻ കെ സാറ് വെൽനസ് കോച്ച്, മെന്റർ, ഫിലിം ഡയറക്ടർ എന്നീ വിവിധ നിലകളിൽ എസ്പെഷ്യലി ചങ്ങാതി കുട്ടികൾക്ക് വേണ്ടിയുള്ള ആത്മഹത്യാ പ്രതിരോധ പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. സാറ് നയിച്ച ക്ലാസ് വളരെ ഫലപ്രദമായിരുന്നു. പ്രത്യേകിച്ചും കൗൺസിലേഴ്സും ട്രെയിനേഴ്സുമായ നമുക്ക് നമ്മുടേതായ ആ ഒരു പ്രൊഫഷണൽ തലങ്ങളിൽ ഇതിന് ഏറെ പ്രസക്തിയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ആത്മഹത്യ പ്രതിരോധം അല്ലെങ്കിൽ ഈ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഒരു ആരോഗ്യ പ്രതിസന്ധിയാണ്. WHO ഒക്കെ വളരെ റീസെന്റ് ആയിട്ടുള്ള കണക്കുകൾ ഈ രംഗത്തേത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടി മൊബൈൽ കൊടുത്തില്ല എന്നൊരു റീസണിൽ സൂയിസൈഡ് ചെയ്ത കാര്യം അറിയുകയുണ്ടായി. വളരെ ഓമനത്വമുള്ള ഒരു കുട്ടി. ഒരുപക്ഷെ അവൻ ആ ഒരു കാരണമായിരിക്കില്ല. അവൻ ആത്മഹത്യ ചെയ്തപ്പോൾ അവൻ്റെ ആ നിലവിളി കേൾക്കുവാനായിട്ട്, അവനെ ഒന്ന് സ്പർശിക്കാനായിട്ട്, അവനെ ഒന്ന് ചേർത്ത് നിർത്തി അവനെ മുന്നോട്ട് നയിക്കാനായിട്ട് ആരുമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം. ഏതായാലും ചങ്ങാതി എന്ന പ്രസ്ഥാനത്തിന് കുട്ടികളെ ചേർത്ത് പിടിക്കാനും കുട്ടികളുടെ ലോകത്ത് ഈ ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ ഒത്തിരി സംഭാവനകൾ നൽകുവാൻ കഴിയട്ടെ എന്ന് ഇതിനിടയിൽ ആശംസിക്കുകയും ചെയ്യുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ ഇഫക്റ്റീവായിരുന്നു. പ്രത്യേകിച്ച് സ്ലൈഡ് പ്രസന്റേഷനൊക്കെ വളരെ മനോഹരമായിരുന്നു. നമ്മളും സാറിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ആദ്യം മിത്ത് ആൻഡ് റിയാലിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലൂടെ സാറ് കണ്ടന്റ് ഡെവലപ്മെന്റ് നടത്തി. അത് വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ നമ്മളിലേക്ക് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട്, അതായത് അതിൻ്റെ വിനിമയം നടത്തുവാനായിട്ട് സാറിന് സാധിച്ചു. കോട്ടയം PCTA-യുടെ എല്ലാ നന്ദിയും നന്ദൻ സാറിനെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത
കോട്ടയത്തെ ഭാരവാഹികൾ, മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സമീപ ജില്ലകളിൽ നിന്നുള്ളവർ, അതിൻ്റെ ഭാരവാഹികൾ, മെമ്പേഴ്സ്, എറണാകുളം ജില്ലയിലുള്ള എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ജോൺ ബേബി സാറ്, വിജയ് സാറ്, പോൾ സാറ് തുടങ്ങിയവരെല്ലാവരും ഇവിടെ സജീവമായി പങ്കെടുത്തു. അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ളവരെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഒത്തിരി ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു. എല്ലാവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിനെ വളരെ ഭംഗിയായി സംരക്ഷിക്കുന്ന, വളരെ മനോഹരമായി കൃത്യനിർവഹണം നടത്തുന്ന ഡോക്ടർ സാബു കേരളത്തിനും അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ, കോട്ടയത്തിന്റെ ഭാഗമാണ്, ഔപചാരികതയുടെ പേരിൽ മാത്രം അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ബാബു സാർ. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. നിങ്ങൾ ഡിസ്കഷൻസ് പറയും, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊപ്പം സാറിൻ്റെ ഒരു പോസിറ്റീവ് കമൻറ്റും കൂടെ കൊടുത്ത് അത് നിർവഹിക്കണമെന്ന് പറയാണ്. ആരാ പറഞ്ഞത്? വിജയരാമൻ സാർ തുടങ്ങിക്കൊള്ളുന്നു. ഓക്കെ. നന്ദൻ സാർ, ഞാൻ മനസ്സിൽ ഇത്തിരി കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യം, സാറിന്റെ അടുത്ത് ഏറ്റവും ആപ്റ്റ് പേഴ്സൺ സാറാണ്. സാറിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത്. 10-80 പേർക്ക് ബീഫ് ഹെൻഡിങ് ഒക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ആയിട്ട് ഈ പുരോഗമിച്ചു. അപ്പൊ സാർ, ഞാൻ ഈ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഇഗ്നോയിൽ പഠിക്കുന്ന സമയത്ത് ഇഗ്നോ സിലബസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രിവെൻഷൻ, ഇന്റർവെൻഷൻ, പോസ്റ്റ്വെൻഷൻ, ഇതാണ് പ്രൊസീജിയർ. നമ്മൾ പ്രിവെൻഷൻ ചെയ്യുന്നു. നമ്മുടെ ഇവിടെ ഇന്റർവെൻഷന്റെ കാര്യങ്ങള് ഞാൻ ഇന്നവരെ 65 വയസ്സായി കണ്ടിട്ടില്ല. പിന്നെ പോസ്റ്റ്വെൻഷൻ തീരെ കേട്ടിട്ട് പോലുമില്ല. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇത് 3 ഉണ്ടെന്നാണ്. പിന്നെ ഇത് 3 അത്യാവശ്യമാണെന്ന് ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ സാറ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി. ഇതാണ് എന്റെ ഒരു ചോദ്യം. നമ്മളിത് ചെയ്യുന്നില്ല. നമ്മൾ ഏത് കാലത്താണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ കിടപിടിക്കുന്ന രീതി? ഇഗ്നോ സിലബസിൽ അടക്കം പറയും. ഇഗ്നോയില് വിദഗ്ധന്മാരാണല്ലോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ പറയുന്ന രീതിയിൽ നമ്മൾ എപ്പോഴാണ് ഇപ്പൊ സാറ് പറഞ്ഞപ്പോ പോസ്റ്റ്വെൻഷനിലേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും ഒരു ആത്മഹത്യ ആ ചുറ്റുപാടില് സാറ് പറഞ്ഞില്ല, ഇപ്പൊ ഫേസ്ബുക്കിലുള്ള പ്രതികരണം, ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റും പോസ്റ്റ്വെൻഷനിൽ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കോപ്പി ക്യാറ്റ് സൂയിസൈഡ്സ് ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ അതൊക്കെ. പിന്നെ സാറ്, ഇതാണ് എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനോടൊപ്പം തന്നെ ഈ ആത്മഹത്യ പ്രഥമ ശുശ്രൂഷ അല്ലേ, ഈ എന്താ പറയുക, മനഃശാസ്ത്ര പ്രഥമ ശുശ്രൂഷ കൊടുക്കുക അല്ലേ, ആത്മഹത്യ നടന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ ആ വീടില് അങ്ങനെയൊക്കെ ഒരു ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇതിനെക്കുറിച്ചൊന്നും നമ്മളൊന്നും ഒരിക്കലും ബോധവാന്മാരല്ലല്ലോ. അതിപ്പോ കേരള സ്റ്റേറ്റിന്റെ പ്രിവെൻഷൻ ഇതിലുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. കേരള സ്റ്റേറ്റ് പ്രിവെൻഷന്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിത് വേണം, ആത്മഹത്യ പ്രഥമ ശുശ്രൂഷ കൊടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നും നമ്മൾ കാണുന്നില്ല. ഇതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താ സാർ? പറ. വിജയരാമൻ സാറേ, ഈ പറഞ്ഞതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, യാതൊരു സംശയമില്ല. ഇവിടെ ഇരിക്കുന്നവർക്കും സംശയം ഉണ്ടാവില്ല. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന അർത്ഥത്തിൽ അല്ലെ, വെൽഫെയർ സ്റ്റേറ്റിലേക്കാണല്ലോ എല്ലാവരും പറഞ്ഞോട്ടെ നന്ദൻ സാറ്. ആക്ച്വലി വിജയരാമൻ സാറ് പറഞ്ഞതിനോട് എനിക്ക് പോസ്റ്റ്വെൻഷൻ നടക്കുന്നത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളില് ഒരു പോസ്റ്റ്വെൻഷന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ അത് നടക്കുന്നുണ്ട്. നമ്മളിൽ പലരും അറിയാത്തതായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. ആക്ച്വലി എറണാകുളത്ത് നമ്മുടെ ചങ്ങാതി വന്നിട്ടാണ് സാറിന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ കൗൺസിലേഴ്സ് അല്ലാത്ത അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരല്ലാത്ത ഒരാൾ കേൾക്കുന്നതിൽ നിന്നും ആത്മഹത്യ പ്രതിരോധിക്കാമെന്ന് ആദ്യമായിട്ട് മനസ്സിലായത് ചങ്ങാതി വന്നപ്പോ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാനും ചിന്തിച്ചത് കൗൺസിലേഴ്സിന്റെ അടുത്ത്, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാൽ മാത്രമേ ആത്മഹത്യ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു. പക്ഷെ ചങ്ങാതിയുടെ ഫസ്റ്റ് ക്ലാസ്സില്, അതിനുശേഷം പാലക്കാട്, എറണാകുളത്ത് സ്കൂളുകൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എത്രയോ പാലക്കാട് സ്കൂളുകളിൽ ഇപ്പോഴും ആക്ച്വലി ഭയങ്കര ആഗ്രഹമുണ്ട് വരണമെന്ന്.
ശരിക്കും നന്ദൻ സാറിന്റെ ക്ലാസ് ആണെന്ന് കണ്ടുകൊണ്ട് വേഗം വന്ന് കയറിയതാണ് ഞാൻ. ഈ സമയത്ത് ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകാറില്ല. 7 to 8 എന്റെ മോനെ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പം അതിനുശേഷം ചങ്ങാതി വന്നത് കൊണ്ട് തന്നെയാണ് ആത്മഹത്യ പ്രതിരോധിക്കണം തോന്നുകയും വേറൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് പോസ്റ്റ് പെൻഷൻ ഒക്കെ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് പക്ഷെ എല്ലാവരിലേക്കും എത്തുകയും അത്ര ഫെമിലിയർ അല്ലെന്ന് തോന്നുന്നു. അതേ ഉള്ളു. അപ്പൊ അത് നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് ഞാൻ മനസ്സിലാക്കിയത് പറയണം എന്ന് ഓർത്തു ഞാൻ. എനിക്ക് പോസ്റ്റ് പെൻഷൻ ഇപ്പൊ ഞാൻ കണ്ടത് ഇവിടെ അടുത്ത് ഒരു സ്കൂളില് ആത്മഹത്യ നടന്നപ്പോൾ നമ്മള് പോസ്റ്റ് മരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇമ്മീഡിയറ്റ് എഫക്ട് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അവരുടെ വീട്ടിൽ പോകുകയും ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത അച്ഛനോടും അമ്മയോട് അവരുടെ സിബ്ലിങ്സിനോട് നമ്മൾ സംസാരിച്ചു. അതുപോലെ ആ സ്കൂളിൽ പോയി അവരുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള അധ്യാപകരോട് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ സംസാരിച്ചു. പിന്നീട് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തു. അവർക്ക് ആവശ്യഘട്ട സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കേൾക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. പിന്നെ ചിലർക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മൾ അവരെ അതിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ കുറെ കേസുകൾ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. വിജയരാം സാറിന് അറിയായിരിക്കും, മൈത്രി വഴിയാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അത് ഒരു പോസ്റ്റ് പെൻഷൻ എന്ന് പറഞ്ഞ എഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി വിജയരാം സാറിന് നല്ല ആവശ്യമാണ്, പക്ഷെ അത്ര ഫെമിലിയർ അല്ലെന്ന് തോന്നുന്നു. ഓക്കെ മോൾ, അത് തുടർച്ചയായിട്ട് അത് പറഞ്ഞത് നന്നായി. നോക്കൂ, ഇതിൽ വിജയരാമൻ സാർ പറഞ്ഞ പോലെ ഇത് 3 തലത്തിലും ഇതിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു റോഡ് അപകടങ്ങൾക്ക് കിട്ടുന്ന സെൻസിറ്റൈസേഷൻ പോലും സൂയിസൈഡിന് അടുത്ത കാലം വരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ ഈ പറയുന്ന പോലെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈനുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ അറിയില്ല എന്നല്ല, എനിക്ക് പറയാൻ അത് നമ്മുടെ സോഷ്യൽ സെറ്റപ്പിലുള്ള പല 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 കാരണങ്ങളാണ്. നമുക്കതിനെ ഒരു ഇതിലേക്ക് പറയാൻ പറ്റില്ല. തിരിച്ച് നമുക്ക് സിസ്റ്റത്തെ പഴിചേരാം. ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഒരു സിസ്റ്റവും ഇല്ല, ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം ഒരു സൈഡിൽ. 2, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വളരെ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും, അതൊരു മാറ്റവും ഉണ്ടാക്കില്ലായിരിക്കും. പക്ഷെ എനിക്കവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്ന ആംഗിളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചങ്ങാതി ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ചങ്ങാതിക്ക് നീ പറയുന്ന പോലെ പ്രിവെൻഷന് കുട്ടികളെ കാണാനായിട്ട് വേണ്ടടുത്ത് എത്താൻ മാത്രം ആൾക്കാരില്ല, അത്രയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഏരിയ പോലും ഫോക്കസ് ചെയ്ത് കൗമാരക്കാരിൽ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് സിസ്റ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. വിജയരാമൻ സാറെ പറഞ്ഞ പോലെയാണ്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്തെങ്കിലുമൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാ രീതിയിലും വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അത് വരാതിരിക്കാൻ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിലൊരു ആക്ടിവിസ്റ്റായിട്ട് ഇടപഴകാനോ, പണ്ട് എനിക്ക് ഈ ആക്ടിവിസമൊക്കെ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആക്ടിവിസം അല്ല വേണ്ടത്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത്രയെങ്കിലും ചെയ്യൂ എന്നുള്ള ഒരു ചിന്തയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ചങ്ങാതിയിടത്തിലേക്ക് വന്നത്. ഓക്കെ, അതിനിടയിൽ ഇവിടെ ഷിജു ഭാസ്കർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് ഗിവ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓൺ വൈ ദ റേറ്റ് ഓഫ് സൂയിസൈഡ് എമംഗ് PH കാറ്റഗറി ഈസ് വെരി ലെസ് വെൻ കമ്പയർ ടു ദാറ്റ് എമംഗ് ഫേമസ് സെലിബ്രിറ്റി സോ കോൾഡ് ഗ്രേറ്റ് മെൻ. PH എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഗ്രൂപ്പ് എന്ന അർത്ഥത്തിൽ തന്നെയാണല്ലോ ഷിജു സാർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ അതെ, ഡിഫറെന്റ്ലി ഏബിൾഡ്, ഡിസേബിൾഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യപ്പെട്ടതിലെ സൂയിസൈഡ് റേറ്റിൽ ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ അതിൽ എത്ര പേര് PH കാറ്റഗറിയിലുണ്ട്, സൂയിസൈഡ് നടക്കുന്നത് എത്രയാണ്, അതിനകത്ത് PH കാറ്റഗറി എത്രയുണ്ട്, ഇങ്ങനത്തെ ഒരു അനാലിസിസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു മറുപടി പറയാൻ പറ്റുമെന്നാണ് എനിക്കറിയുന്നത്. അങ്ങനത്തെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സെലിബ്രിറ്റീസിലും റേറ്റ് കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റില്ല. സെലിബ്രിറ്റി സൂയിസൈഡ് ചെയ്താൽ അറിയും. നോക്കൂ, 10,000 ആത്മഹത്യകൾ കേരളത്തിൽ ഒരു വർഷം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 30-ൽ കൂടുതൽ ആത്മഹത്യ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സംസാരിച്ച് തീരുന്നതിൻ്റെ ഇടയിൽ കേരളത്തിൽ എവിടെയൊക്കെ ആത്മഹത്യ നടന്നിട്ടുണ്ട്. അതൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അതെല്ലാവരും അറിയും. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് സെലിബ്രിറ്റിയിൽ ഇത് റേറ്റ് കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം അനാലിസിസ് ചെയ്യാതെ അതിൽ പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊരു അനാലിസിസ് നടന്നിട്ടില്ല. എന്തായാലും ഷിജു സാറ് പറഞ്ഞതുകൊണ്ട് PH കാറ്റഗറിയുടെ അനാലിസിസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന്
നോക്കട്ടെ. അത് ചിലപ്പോൾ കാണും. കാരണം DCRBയുടെ റെക്കോർഡുകളിൽ തന്നെ അതിനകത്ത് ജെൻഡർ പറയാറുണ്ട്, ഏജ് പറയാറുണ്ട്, എഡ്യൂക്കേഷൻ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ. ഒരു അനാലിസിസിന് ശേഷം മാത്രമേ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. അതിന് മുമ്പ് പത്മ UK അവരാണ് ആദ്യം ഒരു ചോദ്യം ചോദിക്കാനായിട്ട് പറഞ്ഞത്. അതെ അതെ. സാർ നമസ്കാരം. നല്ല ഇന്നത്തെ ഒരവസ്ഥയിൽപ്പെട്ട ഇതിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറ് ഒരു ബഹുമുഖ പ്രതിഭയായിട്ടാണ് എനിക്ക് തോന്നിയത്. സാറിന്റെ ക്ലാസ് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മളെ ധാരണകൾ ഉണ്ടാവല്ലോ, അതെല്ലാം മാറ്റാൻ പറ്റിയ ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കുന്ന ഓരോരുത്തർ പ്രതികാരം പോലെ, മറ്റൊരാളോട് ചെയ്യുന്ന ഒരു പ്രതികാരം പോലെ വാശിക്ക് ഉള്ള ഒരു ആത്മഹത്യ ചെയ്യുന്നില്ലേ, അത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അഭിമാന പ്രശ്നം വന്നിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്നുള്ളതാണോ അതോ നേരത്തെ പറഞ്ഞ പോലെ 49-50 അടിയിൽ പെട്ടതാണോ അതും ഉള്ളതാണ്. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പൊ കുട്ടികളെ അടിക്കരുത് എന്നുള്ള ഇത് മാറി ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ അടിച്ചോന്ന്. അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്നാന്നും കൂടി ഞാൻ ഇത് കേട്ട മുതലേ ഞാൻ വിചാരിച്ചു ആരോടെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കണായിരുന്നു. അത് ശരിയാണോ? കുട്ടികളെ അടിച്ച് അവരെ ആദ്യ പാർട്ട് നമുക്കതില് ആദ്യ പോർഷൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അയ്യോ, ഒരു പ്രതികാരം പോലെ പ്രതികാരം പോലെ ചെയ്യുന്നു എന്നുള്ളത്. അത് നമ്മളിതിനകത്ത് പഠനങ്ങൾ പറയുന്നത് ആത്മഹത്യയുടെ ഭൂരിപക്ഷവും എല്ലാറ്റിലും ഞാൻ പറഞ്ഞില്ല, ഇതിന് 100% ഇങ്ങനെയാണെന്ന് നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല. ബഹുഭൂരിപക്ഷവും ഒരു നീണ്ട അവഗണനയുടെ റിജക്ഷൻ എപ്പിസോഡിൻ്റെ എൻഡായിട്ടാണ് സംഭവിക്കുന്നത്. ദർ മേ ബി എക്സെപ്ഷനായിട്ട് ചിലപ്പോൾ അത് ഇതിൽ നിന്ന് വേറിട്ട് കിടക്കുന്നതൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഭൂരിപക്ഷവും ഈ മേഖലയിലായതുകൊണ്ട് നമ്മളുടെ ഇൻ്റർവെൻഷനൊക്കെ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് സൊസൈറ്റിയിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം. നമ്മുടെ വൈകാരിക പക്വതയും ആത്മഹത്യയും തമ്മിൽ അടുത്ത ബന്ധം ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുട്ടിക്കാലത്തെ വൈകാരിക പക്വത വികസിപ്പിക്കുന്നതിനും ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടുന്ന ലൈഫ് സ്കിൽസ് നമ്മളെ സ്കൂളുകളിലൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് ഇന്ന് സമൂഹത്തിൽ അവശേഷിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കുറവാണ്. നമുക്ക് ഇന്റലിജന്റ് ആയിരിക്കും, മറ്റേ ഭയങ്കര IQ നന്നായിട്ടുണ്ടാവും കുട്ടികൾക്ക്, പക്ഷെ EQ പൊതുവെ കുറവായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ജെൻസിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ IQ തന്നെ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പഠനങ്ങളും കൂടി ഇപ്പൊ കാണുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാ, കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വായിച്ചു, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ EQ എന്തായാലും വേണ്ട രീതിയിൽ നമുക്ക് ബ്രോയിലർ കുഞ്ഞുങ്ങളെ പോലെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. അത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത്, മാനസികമായ കരുത്ത് ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മൾ ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് കാരണം അതില് ചങ്ങാതി പോലുള്ള ഇടപെടലുകൾ അതില് ഇന്റർവ്യൂ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് നമ്മളെ PCT അതുപോലുള്ള കാര്യങ്ങൾക്ക്. ഇതിനകത്ത് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഗവേഷണങ്ങളും അന്വേഷണങ്ങളിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ എൻ്റെ ഗവേഷണ വിഷയത്തിലൊന്നും അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തുള്ള ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളുടെ ഒറ്റമൂലി ശരിയായ പാരന്റിങ് ആണ്. വയലൻസ്, ലോകത്തുള്ള വയലൻസിൻ്റെ, അക്രമവാസനയുടെ, വയലൻസിൻ്റെ ഒരു പരിഹാരം ഒറ്റമൂലി എന്ന് തന്നെ പറയാം, പനാസിയ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഡോക്ടർ മനോഹർലാൽ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ പാരൻറ്റിങ് ഒരു വലിയ ഘടകമാണ്. ഇമോഷണൽ, അത് പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാക്കിയ ഡിസ്റ്റർബൻസ് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളുടെ സമയത്ത് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ കൗമാരക്കാരിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യം അതാണ്. ആ കൗമാരക്കാർക്ക് ജീവിതത്തിനെ നേരിടാൻ പ്രാപ്തരാവുകയാണെങ്കിൽ രക്ഷപ്പെടുന്ന ജനറേഷനാണെന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളുമാണ്. അതുകൊണ്ടാണ് നമ്മളെ എണ്ണത്തിൽ കുറവാണ്, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖല വളരെ കുറവാണ്. 5-10 കൊല്ലം കൊണ്ട് 15,000 പേരെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ എടുത്ത് നോക്കിയാൽ എത്രയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇതിനകത്തേക്ക് നോക്കുന്നത്.
പിന്നെ ഞാനത് ചോദിക്കാനുള്ള ചെറിയൊരു കാരണം ചെറിയൊരു അതിനാണ്. ചെറിയൊരു ആ, വിയോജിപ്പ് ഡോക്ടർ മനോഹർലാലിനോടുള്ളത്, നമുക്ക് ജെൻസി ഒന്നും അങ്ങനെ അടച്ച് അല്ലല്ല ഞാനങ്ങനെ പറയല്ല. അതിപ്പോ ഒരു ഒരു ന്യൂസ് കണ്ടതുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവമില്ല. പക്ഷെ പൊതുധാരണയില് ആ ജെൻസി ഇമോഷണലി വീക്കാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ അനുഭവത്തിലല്ല. കാരണം ഈ പിള്ളേരുമായിട്ട് ഇഷ്ടംമാതിരി ഇടപഴകുന്നതാണ്. അവരെ പോലെ ക്രിയേറ്റീവായി നമ്മളെക്കാളൊക്കെ പക്ഷേ എത്രയോ ഇത് ബുദ്ധിശക്തിയുള്ളതും നമ്മളെ വരുന്ന ഇമോഷണലി സ്റ്റേബിളും ഉണ്ട് അവരില്. ക്ലിനിക്കൽ അനുഭവങ്ങളിലൂടെ വരുമ്പോൾ നമുക്ക് അറിയുന്ന വെച്ചാല് സാർ പറഞ്ഞ ഈ പാരന്റിങ് ഇഷ്യൂ വല്ലാത്തൊരു ഏതൊരു ഭയങ്കര പ്രശ്നത്തിന്റെ പ്രശ്നം മൂല അതാണ്. കാരണമായിട്ട് വരുന്നത്. നമ്മൾ അതിലേക്കാണ് പോകുന്നത് എപ്പോഴും. അവിടെ പോകുമ്പോൾ നമുക്ക് പാരന്റിങ് ഇഷ്യൂ വല്ലാതെ വരുന്ന കേസുകളാണ് കൂടുതൽ വരുന്നത്. കാരണം വലിയ കൃത്യമായിട്ടും അഡൽട്ട് ആയിരിക്കും. ഇപ്പൊ 50 കൃത്യമായിട്ടും വയസ്സായുള്ള ആളായാലും നോക്കട്ടെ, ഉം. അല്ലെങ്കിൽ 40 വയസ്സായാലും 30 വയസ്സായാലും ഒക്കെ നമ്മൾ ആ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെയാണ് ആ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൃത്യമാണ്. ജെൻസിനെ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാട്ടോ. കാരണം അത് ഓക്കെ ഇത് കാരണം ഒരു ന്യൂസ് കണ്ടതുകൊണ്ട് പറഞ്ഞത് ഓക്കെ അത്രേ ഓക്കെ ഉള്ളൂ. അത് അതിന്റെ ആ അതാണ്. ഗവേഷണത്തിന്റെ അടിസ്ഥാനം എന്താ എനിക്കറിയില്ല. അതെ 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 അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. പക്ഷെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന് തള്ളിക്കളയേണ്ടതില്ല, അത് അന്വേഷിക്കേണ്ടതിനാണ്. അതെ സാറേ പറഞ്ഞ ഒരു കാര്യം, അതായത് പാരന്റിങ്ങിന്റെ എന്ന് പറയുന്നത്, ഞാൻ അത് ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞത് പിന്നെ പാരന്റിങ് നിയമം മൂലം കറക്റ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത രാജ്യങ്ങളുണ്ട്. ആദ്യമായിട്ട് 1960 അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് ഫിൻലാൻഡാണ്. അതിൻ്റെ തൊട്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന നോർവേ, സ്വീഡൻ അതിലേക്ക് പോയി. പിന്നീട് ഈ സ്കാൻഡിനേവിയ വിട്ടിട്ട് നോർഡിക് റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്ന കുറേ രാജ്യങ്ങളിൽ കുട്ടികളുടെ പാരന്റിങ് റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഫിസിക്കലി, മെൻ്റലി, എന്താ പറയുക, ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ എയ്തർ ഫിസിക്കലി ഓർ മെൻ്റൽ ഇസ് ബാൻഡ് എന്ന രീതിയിൽ അവിടെ വരികയും 60കളിൽ അന്ന് ഉണ്ടായിരുന്നതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ട് ഈ രാജ്യങ്ങൾ കിടക്കുന്നതും ജയിലുകൾ അവിടെ ഇല്ലാതായിരിക്കുന്നതും സമൂഹത്തിൽ അക്രമം ഇല്ലാതായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഡാറ്റ വെച്ച് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അവർ കൊച്ചു രാജ്യങ്ങളാണ്, ഭയങ്കര സമ്പന്ന രാജ്യങ്ങളാണ്. അവർക്ക് ഇതൊക്കെ ചെയ്യൽ നമ്മളെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്. നമ്മളെപ്പോലെ ഇത്രയും ഉള്ളിടത്ത്. പക്ഷെ അത് സാധ്യമാണ്, പാരന്റിങ് സാധ്യമാണ്. കാരണം വീടകങ്ങൾ ശിശു സൗഹൃദങ്ങളായാൽ നെക്സ്റ്റ് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതായത് അതാണ് ഇപ്പൊ ഈ കുട്ടികളെ അടിക്കുന്ന കാര്യം ഉണ്ടല്ലോ. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കാത്ത ആളാണ്. ഇപ്പോ ഞാനത് ദൗർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു വിധിയാണോ എന്നാ അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടെന്ന് കേട്ടു. വന്നു വന്നു അത് പിന്നെ വേറെ ആസ്പെക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അതെ 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 പിന്നെ ഒന്നാമത് നമുക്ക് നമ്മുടെ നാട്ടിൽ കോടതിയെ നമ്മൾ മാനിക്കുന്നു അത്രേ നമ്മള് കോടതി നമ്മുടെ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്റെ വ്യൂ ഇതാണ്, കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്. നമ്മളും അങ്ങനെ കുട്ടികളെ അടിച്ചു വളർത്തിയിട്ടില്ല. എന്റെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിലാണ്, അതിൽ അഭിമാനമുണ്ട് എനിക്ക്. ഈ ആത്മഹത്യ ഞാനെല്ലാം കുട്ടികളായിരിക്കുമ്പോൾ അതൊരു പാപമായിട്ടാണ് പ്രചരിക്കപ്പെട്ടിരുന്നത്. അതിനൊരു ഡീസെൻസിറ്റൈസേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നന്ദുജന്റെ കണക്ക് പ്രകാരം ആത്മഹത്യക്ക് വർധനവുണ്ടായിട്ടില്ല എന്നുള്ളൊരു സൂചന വന്നപ്പോഴേക്കും ആ ചിന്തയിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഈ ഇന്ന് ഡെത്ത് കഫേകളും ലിവിങ് വില്ലും ഒക്കെ നടക്കുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ മരണത്തിനെ കുറിച്ച് സാധ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ് ആ മരണം. എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ആ ചിന്ത ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ശരിയായ രീതിയിൽ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നന്ദജൻ പറഞ്ഞാൽ അതൊരു ഹീറോ വർഷിപ്പിന് കാരണമാകുന്നു, ഒരു ആത്മഹത്യ നടന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലെന്ന്. പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവരെ അവിടെ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ ഒരു വാദം. അപ്പോൾ അങ്ങനെ പാരന്റിങ്ങിന്റെ പ്രശ്നമാണ് അവിടെയും സംഭവിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള പാരന്റിങ് നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നടത്താത്തത് കൊണ്ടാണ് ആത്മഹത്യകൾ പ്രത്യേക ഒരു സെക്ടറിൽ കൂടി വരുന്നതായിട്ട് കാണുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ശരിയായിരിക്കാം. ഇത് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഞാനിത് പറഞ്ഞപ്പോൾ ഇത് DCRBയുടെ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 2015 7692, 7700, 800, 8200, 500, 9. അപ്പോൾ ഇത് കാണുമ്പോൾ
കഴിഞ്ഞ 10 വർഷത്തിൽ 7,000-ൽ നിന്ന് 10,000 എത്തിയെന്ന് വേണമെങ്കിൽ പറയാം, കൂടി എന്നുള്ളത് പറയാം. പക്ഷേ ജനസംഖ്യാനുപാതമായിട്ട് നമ്മളതിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ ഫാക്ടർ കൂടെ ഇടുമ്പോൾ കാര്യമായ വേരിയേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ 24 10,800 2023 അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ചെറിയൊരു ഇൻക്രീസ് കാണുന്നുണ്ട്. പക്ഷെ ആ ഇൻക്രീസ് ഒരു എന്താ അബ്സല്യൂട്ട് ഇൻക്രീസ് ആണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ പോപ്പുലേഷൻ ഫാക്ടർ കൂടെ ഇടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത് കാര്യമായ വർധനവല്ല. നമുക്ക് അയ്യോ വർദ്ധിക്കുന്നു എന്ന് പറയാൻ മാത്രം ഉള്ളൊരു ഇൻക്രീസ് അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വീണ്ടും പുറകോട്ട് പോകുമ്പോൾ ആ ഒരു സ്റ്റഡി ഗ്രാഫാണ്. പക്ഷെ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻക്രീസ്. അതുകൊണ്ടാണ് അതിൽ കാര്യമായ ലാമിങ് അല്ല. പക്ഷെ ഇനി വർധനവല്ല, ഇത് തന്നെ വലിയ പ്രശ്നമല്ലേ. ഇനി വർദ്ധിക്കണ്ട, നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പ്രിവെൻഷൻ എന്നുള്ള പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അത് ചെയ്യാവുന്ന വസ്തുതകളുടെ ഈ പറഞ്ഞ പോലെ ആത്മഹത്യയെ ഗ്ലോറിഫൈ ചെയ്യാൻ എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ അങ്ങേര് മരിച്ചപ്പോൾ അതിന് കിട്ടിയ പ്രസിദ്ധി വളരെ അധികമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോക്കസിൽ വരാൻ ഒരു മാർഗം അതാണെന്ന് ചിന്തിക്കാവുന്ന കുട്ടികളും ജനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇതിലെ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി ഒരു കാര്യം എനിക്ക് പറയാൻ, എപ്പോഴും നമ്മളെ അനുഭവിക്കുന്നു. ഞാനൊരു പല ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ആളാണ്. ഇത് ശരിക്കും 100% കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, റിപ്പോർട്ടഡ് ആയിക്കൊള്ളുന്നില്ല. കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഇഷ്യൂ ചിലപ്പോൾ പലപ്പോഴും പല ഇതിൽ കാണാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ കിട്ടിയ കണക്കിൽ എന്ന രീതിയിൽ നമുക്ക് പറയേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റാണ്. നമുക്ക് ട്രെൻഡ് അനാലിസിസിന് ഒരു പരിധി വരെ വരും. ഇത് പൂർണ്ണമായിട്ടും ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം പ്രോപ്പർലി റിപ്പോർട്ടഡ് ആവണമെന്നില്ല. ഹൗവർ കേരളം ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിപ്പോർട്ടിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇറ്റ് ഡസൻ മീൻ ഇത് 100% ഫുൾ പ്രൂഫ് അല്ല. പക്ഷെ നമുക്ക് പഠനങ്ങളും അന്വേഷണങ്ങൾക്കും ഈ ഡാറ്റ വെച്ച് തന്നെ ചെയ്യണം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് 100% എന്ന് നമുക്ക് ഒരിടത്തും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു മേജർ ട്രെൻഡ്. ഗവേഷണത്തിൽ പറയുന്ന ഒരു ബെൽ കർവ് എന്ന് പറയും. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മെജോറിറ്റി അവിടെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത, തെറ്റായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അങ്ങനത്തെ ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ എണ്ണത്തിൽ കുറവായിരിക്കുന്നു വിചാരിക്കുന്നു. അത് അഗെയിൻ പഠിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. രാജേന്ദ്രകുമാർ സാർ രാജേന്ദ്രകുമാർ സാറ്, വിജയരാമൻ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ, റൈഫ്, സീമ ഇതിന്റെ ആക്റ്റീവ് പ്രവർത്തകരാണ്. നമ്മളെല്ലാം നന്ദേട്ടന്റെ ഒരു പ്രോഡക്റ്റ് എന്നുള്ള രൂപത്തിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. കാരണം നമുക്കുള്ള അറിവിൻ്റെ നല്ലൊരു പങ്കും പകർന്നു കിട്ടിയത് ഇവരിൽ നിന്നൊക്കെയാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. നന്ദേട്ടൻ്റെ ക്ലാസ്സിൽ 2 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ മനസ്സിന് സമൂലമായ മാറ്റം ആ മനസ്സിന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റിക്കിട്ടാവുന്ന ഒരു ക്ലാസ്. ആ ചങ്ങാത്തത്തിൻ്റെ ക്ലാസ് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോഴും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തത്. അന്ന് നന്ദേട്ടൻ പലപ്പോഴും പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും വിക്ടിംസ് ഓഫ് ചൈൽഡ്ഹുഡാണ്. അത് എത്രയോ പരമാർത്ഥമാണ് എന്നുള്ളതാണ്. ഈ നടക്കുന്ന ഈ എല്ലാ സംഭവങ്ങളിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഈ പറയുന്ന യങ്സ്റ്റേഴ്സിന്, അതായത് ജനറേഷൻസിന് കൊടുക്കുന്നത് എന്താണ് എന്ന് ആലോചിക്കുന്നിടത്താണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ വേറൊരു ബാക്കി പത്രമാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പല സോഷ്യൽ റോൾസിലും പലരും പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ തബുല രസ എന്ന് പറയുന്ന ജോൺ ലോക്കിന്റെ സിസ്റ്റത്തിൽ കൂടെ ബ്ലാങ്ക് പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും എഴുതുന്നത് പോലെ അവരിലേക്ക് ആവാഹിക്കപ്പെടുകയല്ലേ. അപ്പോൾ മൾട്ടി ഫാക്ടോറിയലും മൾട്ടി ഡയറക്ഷനിലുമായിട്ടുള്ള രീതിയിലാണ് ഈ ആത്മഹത്യയും മറ്റെല്ലാ കാര്യങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. മറ്റൊന്ന് നന്ദേട്ടൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു, സിസ്റ്റത്തിനെ മാറ്റാനും ആരെന്ത് സിസ്റ്റത്തിന് വേണ്ടി ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാലം അങ്ങ് പോകും. നമ്മൾ സ്വാഭാവികമായ ഒരു മരണത്തിലങ്ങ് പോകും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ വാട്ട് യു ക്യാൻ ഡു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു വലിയ പാറയാണ് ഇരിക്കുന്നത്, ആ പാറയെ മാറ്റിയിട്ട് പോകാന്ന് പറഞ്ഞാൽ നടക്കില്ല. പാഴയെ മഴിഞ്ഞ് മാറ്റി ഒരു സൈഡിൽ കൂടി അങ്ങ് പോകാൻ പറ്റുമെങ്കിൽ പൊയ്ക്കോളും. മറ്റൊരു സമയത്തിന് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായെങ്കിൽ അതിനെ പൊട്ടിച്ച് നമുക്ക് പോകാം.
അപ്പോൾ അതിനെ മാറ്റിയിട്ടേ പോകാൻ പറ്റൂ എന്നുള്ള തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു പ്രവർത്തനങ്ങളിലൊന്നും നടക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊന്ന്, അത് നന്ദേട്ടൻ്റെ ഒരു പീസാണ്, പൊളിച്ചെഴുത്ത്. ഈ മിത്തുകൾ തന്നെയാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണകൾ, ഒരുപാട് ധാരണകൾ, അതെല്ലാം നമ്മളെ വഴിതെറ്റിക്കുന്ന ചില കാര്യങ്ങളാണ്. മാറ്റത്തിന് വിധേയമായി കൊണ്ട് നമ്മൾ പൊളിച്ചെഴുത്തുകൾ നടത്തുകയും അതിനുവേണ്ടി നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സൊസൈറ്റിയിൽ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകും എന്ന് അറ്റ്ലീസ്റ്റ് ഉറച്ചു വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിഷയത്തിൽ ഇനിയും വ്യക്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ എനിക്ക് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്നതിലാണ് വലിയ സന്തോഷം തോന്നുന്നത്. പിന്നെ സാബു സാറ്, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാബു സാറ് ഈ പോയിന്റ് എനിക്ക് തന്നതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് മാത്രം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ജോർജ് സാർ. ഇന്നോട്ടായില്ലല്ലോ. ഉണ്ടാവുന്നില്ല. എന്നാ റോയ് സാർ പറയും. റോയ് സാർ അഡ്മിറ്റ് ചെയ്യും, മ്യൂട്ടായി. സാർ അഡ്മിറ്റ് ചെയ്ത് വീണ്ടും നന്ദൻ സാറിന്റെ ക്ലാസ്സിലൂടെ ഈ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അതിനെപ്പറ്റി ഓരോരുത്തർക്കും അവരുടേതായ ധാരണകൾ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ചു. സാറ് ധാരണകൾ ഷെയർ ചെയ്തു, അതുപോലെ തന്നെ ഡേറ്റ വെച്ച് പരിശോധിപ്പിച്ചു. പിന്നെ തുടർന്ന് 10 കാര്യങ്ങൾ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടത് ഒന്ന് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടായി. ഇതൊക്കെ വളരെ അധികം ഇതിലേക്ക് ഒരു ഇൻസൈറ്റ് തരുന്നതിന് സഹായിച്ചു. സാറ് പറഞ്ഞത് തന്നെ ഒരു കാര്യം ഞാൻ വളരെയധികം ശ്രദ്ധിച്ച ഇംപ്രസീവായ ഒരു എക്സാമ്പിൾ ആയിരുന്നു കൂടം കൊണ്ട് പാറ പൊട്ടിക്കുന്ന ഒരു കാര്യം. ഇതിൽ കൂടുതൽ ഇതിനെ ഒരു ഇൻസൈറ്റ് തരാനില്ല. പിന്നെ ഈ ആരുമില്ല എന്ന് തോന്നലുകൾ വിഷയമുണ്ടാക്കുന്നു എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ ഇല്ലാതായാൽ ആരൊക്കെയാണ് ഇതിനെ വേദനിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരവും കൂടി കൊടുത്താൽ ഒത്തിരി വ്യത്യാസമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ശരിയായ വിശകലനം ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിനും എനിക്ക് ലഭിച്ച ഈ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൂടെ ഇതുപോലെ വന്നിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാനും തുടർന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നതിന് ഒത്തിരി മാർഗനിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ജോർജ് സാർ. താങ്ക് യു സർ. ഹായ് നന്ദജൻ സർ, ഒത്തിരി സന്തോഷം. നാളുകൾക്ക് ശേഷം സാറിന്റെ ക്ലാസ് ഒന്നുകൂടെ കിട്ടി, ഒന്ന് റിഫ്രഷായി. ഈ ചങ്ങാതിയോടൊപ്പം കുറച്ചു നേരം കൂടെ ഇരിക്കാൻ പറ്റും. ഒത്തിരി ഇൻസൈറ്റ് സാറെ. സന്ദർഭോചിതമായി ഉപയോഗിക്കേണ്ട ഒരു തോണ്ടോ ഒരു തട്ടമുട്ടൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒന്ന് വഴി തിരിച്ചു വിടാൻ പറ്റുന്ന ആ സൂചനകളൊക്കെ തീർച്ചയായിട്ടും അത് ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ ഏറ്റവും പ്രസക്തമായിപ്പോയി സാറ് വന്നത്. കാരണം എന്ന് വെച്ചാൽ അതെ, തക്ക സമയത്ത് ആയുധം കയ്യിലുണ്ട്, എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്ന് പറഞ്ഞു കിട്ടി. അത് വലിയ കാര്യമായിപ്പോയി സാർ. ഇനിയും അനേകർക്ക് ചങ്ങാതിയുടെ ഈ വെളിച്ചം പകരാൻ ഇടവരട്ടെ, അതിലൂടെ രക്ഷപ്പെടട്ടെ, അതിനിടയാകട്ടെ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ടീച്ചർ. താങ്ക് യു സാർ. നന്ദജൻ സാറിനെ ഏതോ ഒരു ഗ്രൂപ്പിലിടയ്ക്ക് കണ്ടിട്ടുണ്ട്. ചങ്ങാതിയുടെ ക്ലാസ്സിൽ കയറിയാൽ കൊള്ളാന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പാലക്കാട് വരെ വരുന്ന ബുദ്ധിമുട്ട് ഓർത്ത് അടുത്തെവിടെയെങ്കിലും വരുവാനെ പോകാമായിരുന്നു എന്നുള്ള വിചാരത്തിലിരിക്കുമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ. ഞങ്ങൾക്കൊക്കെ എത്ര മാർക്ക് കിട്ടിയെന്ന് സാർ ചോദിച്ചില്ല. പിന്നെ മാർക്കിന് പ്രസക്തിയില്ല. മാർക്കൊരു മാനദണ്ഡമേ ആകരുത് എന്ന് വിചാരിക്കുന്ന അല്ല, നമ്മളത് എത്ര എണ്ണം നമ്മൾ ശരിയാക്കി എന്നറിയാനൊരു താല്പര്യം. ഞാൻ ടീച്ചറായതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ സാർ ഒത്തിരി ഇൻസൈറ്റ്സ് തന്നു. പിന്നെ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ
ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏത് കാര്യത്തിലായാലും പേരൻസിനാണ് ബോധവൽക്കരണം വേണ്ടത്. പേരൻസിന് ബോധവൽക്കരണം ഇല്ലാതെ ആരെ ബോധവൽക്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ പകല് കാണുന്ന പേരൻസ് ഒന്നും അല്ല രാത്രി വീട്ടിൽ ചെന്നാൽ. അതൊന്ന് പിന്നെ പകല് നമ്മൾ പറഞ്ഞ പോലെ പിള്ളേരെ എടുത്ത് തലയിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. വീട്ടിൽ ചെന്നാൽ അവിടെ ചിലപ്പം നരക തുല്യമായിരിക്കും വീട്. അത് ഭൂരിപക്ഷം അങ്ങനെയാണ്. വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇടയിൽ പോലും അങ്ങനെയാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചിലപ്പോൾ വളരെ നന്നായിട്ട് കുട്ടികളെ അല്ലെങ്കിൽ വീട് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്നത് കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉള്ളവർ അതിന്റെ 4 പോലും വരാത്ത രീതിയിൽ വീട് നശിപ്പിച്ച് കളയുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം പേരൻസിന് നീറ്റാവാതെ അല്ലെങ്കിൽ കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി ഫോണെടുത്ത് ജനിക്കുന്നതിന് മുമ്പേ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരവസ്ഥ, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പേരൻസ്, പിന്നെ തമ്മിലുള്ള മ്യൂച്വൽ റെസ്പെക്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പേരൻസിന് ബോധവൽക്കരണം കിട്ടേണ്ടതുണ്ട്. സ്കൂളിൽ ചെയ്യുന്നേക്കാളും PTA ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അടി കൊടുക്കുന്ന കാര്യമാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരു അടി പോലും കൊടുക്കാതെ ബ്രോയിലറായിട്ട് വളർത്തിയേച്ച് അധ്യാപകരോട് വന്ന് പറയും 2 കൊടുത്തോ ടീച്ചറെ, 2 കൊടുത്തോ, ഞങ്ങൾ ഒന്നും പറയൂല, 2 കൊടുത്തോ. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അടിച്ചുകൂടെ ഞാൻ ചോദിക്കാറുണ്ട്. സാധാരണ വീട്ടിൽ നിന്ന് നിങ്ങൾ അടിക്കലുണ്ടോ? ഇല്ല, വീട്ടിൽ നിന്ന് അടിക്കാൻ പറ്റൂല. വീട്ടിൽ നിന്ന് അടിക്കാതെ ഒരു കുട്ടി എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് അടിക്കുക? നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് അടി കിട്ടിയ നാണക്കേടാ വീട്ടിൽ പോയി പറയാം. അപ്പോഴത്തേക്ക് അധ്യാപകർ ആരെങ്കിലും അവിടെ എത്തിക്കും 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി വീട്ടിൽ നിന്നും കിട്ടും. അതായിരുന്നു നമ്മുടെയൊക്കെ ഒരവസ്ഥ. അപ്പോ ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയും ദാരിദ്ര്യം ഇല്ലാത്തത് വലിയൊരു കുഴപ്പമാണ്. എല്ലാവർക്കും ഫോണും പിടിച്ചങ്ങ് ഇരുന്നാൽ മതി, എല്ലാം കാര്യവും മുമ്പിലോട്ട് വന്നോളും. ചിലപ്പോൾ എനിക്ക് വല്ലാതെ തോന്നിയിട്ടുണ്ട് ഈ ദാരിദ്ര്യം കുറച്ച് ഉണ്ടായാലായിരുന്നു നല്ലത്. അടുത്ത നേരത്തേക്ക് കുട്ടിയൊക്കെ എന്ത് കൊടുക്കും ചിന്തിക്കുകയും ഫോണ് നോക്കിയിരിക്കൂല. പിന്നെ പറമ്പിൽ പോയി വല്ല കാച്ചിലോ ചേനയൊക്കെ തപ്പിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ മനുഷ്യർക്ക്. അതൊന്നും വേണ്ടല്ലോ ഇപ്പം. എല്ലാം ഇങ്ങനെ ഫോൺ അങ്ങോട്ട് ഞെക്കുമ്പോഴത്തേക്ക് ഓർഡർ ചെയ്ത് ഓൺലൈനിൽ സാധനങ്ങൾക്ക് വരുമല്ലോ. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പേരൻസിന് തന്നെയാണ് ബോധവൽക്കരണം വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. സാറിന്റെ ഇടപെടലുകളും ക്ലാസ്സും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. ചങ്ങാതി ഗ്രൂപ്പിൽ നിന്ന് ഈ നന്ദജൻ സാറിന്റെ ചങ്ങാതിയെ കുറിച്ച് ഒരു 2 വാക്ക് പറയുന്നത് തെറ്റാണ് അല്ലേ? പറയാതിരിക്കുന്നത് തെറ്റാണ്. ചങ്ങാതിയിൽ 2 ദിവസത്തെ ബിഫ്രണ്ടിങ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ആ 2 ദിവസത്തെ ബിഫ്രണ്ടിങ് പ്രോഗ്രാമിലൂടെയാണ് ചങ്ങാതിയുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇൻഡക്റ്റ് ആകുന്നത്. അതിനുശേഷം സ്കൂളുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചങ്ങാതിയുടെ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. അവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും പോയി ഇതിൽ പങ്കെടുക്കാം. ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഈ 2 ദിവസത്തെ ഈ ബിഫ്രണ്ടിങ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ലൈഫിലൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ തന്നെ ഒന്ന് ഉടച്ച് വാർക്കപ്പെടുകയാണ്. അതിൻ്റെ അകത്ത് എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ആത്മഹത്യ പ്രതിരോധമാണെങ്കിൽ പോലും നമ്മളിൽ പോലും അങ്ങനെയുള്ള ശീലങ്ങളുണ്ട്. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലെന്നുള്ളൂ, പേടിച്ചിട്ട് ചെയ്യുന്നില്ലെന്നൊക്കെ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാനും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ എടുക്കാം, സാറിനോട് നേരിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ പാലക്കാട് വടക്കേ സ്ഥലങ്ങളിലേക്കാണ് സാറിന് ഇഷ്ടം. തെക്കോട്ടൊന്നും അത്ര വലിയ പിടുത്തം വരുന്നില്ല. അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ആരാള്? രമാവതി മാം ഒന്ന് ഷോർട്ടാക്കി. സാറേ നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. അതുപോലെ തന്നെ ഇതിലുള്ള വിശിഷ്ടര്. കാരണം ചങ്ങാതിക്കൂട്ടം നമ്മുടെ കാസർഗോഡ് ജില്ലയിലും എല്ലാം വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. കാരണം ഇതിപ്പം സാറ് പറഞ്ഞു കേട്ടിടത്തോളം വളരെ നല്ല കാര്യമാണ്. അതിൽ തന്നെ സാറ് ഒരുപാട് കാര്യങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികള് ഇപ്പോ സമൂഹമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുട്ടികളാണ്. അത് പാരൻസ് ആണ് അതിന് കാരണക്കാര്. അവരെ അടുപ്പിക്കൂല. ബന്ധുക്കള് വീട്ടിൽ വന്നൂടാ, ഇങ്ങനെയുള്ളത് അത് കുട്ടികൾ തീരുമാനിക്കും. ഇവിടെ ആരും വരണ്ട. ഇവര് ശരിക്കും പറഞ്ഞാല് സ്വാർത്ഥതയുള്ള കുട്ടികളായിട്ട് മാറുകയാണ്. പണ്ട് നമ്മൾ അങ്ങനല്ല, എല്ലാം ഒത്തുകൂടിയിട്ട് ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയിട്ട് കളിക്കുക അതൊക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് സ്കൂളുകളിൽ ഒരു കൗൺസിലിങ്ങിന്റെ ഒരാൾ നിർബന്ധമായിട്ട് എല്ലാ സ്കൂളിലും വേണം. ഇപ്പൊ പ്രൈവറ്റിലും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിർബന്ധമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ടീച്ചേഴ്സിന് ഇത് കുട്ടികളെ അങ്ങനെ
കാര്യമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല ഇപ്പം. അതുപോലെ തന്നെ എന്തെങ്കിലും കുട്ടികൾ പാരന്റിങ്ങിന്റെ ഒരു ദോഷം ഭയങ്കരമായിട്ടുണ്ട്. കാരണം കുട്ടികൾ അവരുടെ വിഷമങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്കിതൊന്നും കേൾക്കണ്ട, നീ പോയി പഠിക്കുക, ഇത്രയേ ഉള്ളൂ. അമ്മയോടായാലും അച്ഛനോടായാലും പറഞ്ഞാല് നിന്റെ കാര്യങ്ങൾ പിന്നെ പറയാം, നീ ആദ്യം പോയി പഠിക്കുന്നുള്ളത് മാത്രം. ഇവർക്കും കേൾക്കാൻ സമയമില്ല. ഇവരും വന്നിട്ട് ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടിവിന്റെ മുമ്പിലായിരിക്കും. പിന്നെ എപ്പോഴും കുട്ടികളോട് സംസാരിക്കാം. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ തോന്നാറുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ സാറേ, അത് എനിക്ക് വളരെ നല്ലൊരു ഇതായിട്ട് തോന്നി സാറ് പറഞ്ഞു തരുമ്പോൾ. താങ്ക് യു സാർ. അതുപോലെ തന്നെ ഈ പിന്നെ പാരൻസിന് പ്രശ്നം വരുമ്പോൾ കുട്ടികളുടെ മുന്നിൽ അധികം അമ്മമാരാന്ന് തോന്നുന്നു പറയുന്നത്, ഷോ എനിക്കിവിടെ ജീവിച്ച് മതിയായി, ഞാനൊന്ന് ചത്തുപോയാൽ മതിയായിരുന്നു പറയും. അപ്പം കുട്ടികൾ വിചാരിക്കുന്നത് പ്രശ്നം വരുമ്പം ആത്മഹത്യ ചെയ്യേണ്ടതാണ് ഒരു പ്രതിവിധി എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പാരന്റിങ്ങിന്റെ പറയുമ്പോൾ അതിൽ എനിക്ക് ചില സമയത്ത് ഞാൻ കാണുന്ന ഒരു വിഷമം എന്നുള്ളത്, ഈ കുഞ്ഞു മക്കൾ, അതായത് 1-2 വയസ്സുള്ള കുട്ടികളെ കുഞ്ഞാവന്മാരെ മാമുണ്ണാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുത്തിട്ട് അവരെ വയറ് നോക്കുകയാണ്, എന്നാലേ അവർ കഴിക്കുന്നുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അവിടുന്ന് തുടങ്ങുന്നുണ്ട് അവരെ കുട്ടികളെ മോശമാക്കുന്ന പരിപാടി. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, അനിൽകുമാർ സാർ. സ്കൂൾ കൗൺസിലേഴ്സിന്റെ കാര്യം പറഞ്ഞത്, പിന്നെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലാണ് കൗൺസിലേഴ്സ് ഉള്ളത്, പ്രൈവറ്റ് സ്കൂളുകളിലല്ല കൂടുതലുള്ളത്. കാരണം WCD വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വനിതാ ശിശു വികസന വകുപ്പ് 1000-ലധികം കൗൺസിലേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓൺ കോൺട്രാക്റ്റ് ആണ്. ഒരു കൗൺസിലർ 2-3 സ്കൂളുകളിലാണ്. പൊതുവിദ്യാലയങ്ങളിൽ കൗൺസിലിംഗ് ഫെസിലിറ്റി നാമമാത്രമായിട്ടെങ്കിലും ഉണ്ട്. പൂർണ്ണാർത്ഥത്തിൽ എത്തിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതിനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഈ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ 1000-ലധികം കൗൺസിലേഴ്സ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ 15 വർഷത്തിലധികമായിട്ട്. എനിക്ക് തോന്നുന്നു അൺഎയ്ഡഡിലോ പ്രൈവറ്റ് സ്കൂളുകളിലോ ആണ് കുറവ്. അതന്നെ, കുട്ടികള് താല്പര്യം നല്ലോണം അടിക്കുന്ന കുട്ടികളെ പിന്നെ വീട് വിട്ട് പുറത്തിറങ്ങി എവിടെയെങ്കിലും പോയിട്ട് കണ്ടുപിടിച്ചാൽ പാരന്റ്സിന് കൊടുക്കാതെ മറ്റുള്ളവർക്ക് വളർത്താൻ കൊടുക്കുന്ന സിസ്റ്റം ഇപ്പൊ ഉണ്ടല്ലോ സാറേ. സാറേ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്, നന്ദജൻ സാറിൻ്റെ ക്ലാസ് വളരെ അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഉൾക്കാഴ്ച തന്നിരിക്കുകയാണ്. ആദ്യമായി തന്നെ സാറിൻ്റെ ചങ്ങാതിക്കൂട്ടത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എനിക്ക് 2 വാക്ക് പറയുകയാണ്. ഏറ്റവും വലുത് ഈ റിജക്ഷൻ എന്നുള്ള സത്യമാണ്. എനിക്ക് സാർ അത് വളരെ ഊന്നി പറഞ്ഞൊരു സംഭവമാണ്. നമ്മളായാലും തോന്നിട്ടില്ല, നമ്മളെ വളരെയധികം പ്രതീക്ഷിച്ച ഒരു കാര്യത്തിൽ ചെല്ലുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ ചെല്ലുന്നുടനെ നമ്മൾ ഉദ്ദേശിച്ച ആൾ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വാക്കിൽ പറഞ്ഞാൽ അത് നമുക്ക് വളരെ ഒരു ഇൻസൾട്ടിങ് ആണ്. അത് നമുക്ക് അപ്പോൾ തന്നെ ഒരു മനസ്സിൻ്റെ വിഷമം അറിയാം. പിന്നെ ഈ ആത്മഹത്യ സാറ് ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ നമുക്ക് ഒരു നിസ്സാര കാര്യത്തിനാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ കൈ മുറിഞ്ഞാലും വിരൽ മുറിഞ്ഞാലും അറ്റുപോയാലും നമുക്കുള്ള വേദന, അപ്പം അതിനേക്കാൾ എത്രയോ വേദനയായിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. പിന്നെ കോളേജിലോ സ്കൂൾ തലങ്ങളിലും നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ പണ്ടൊക്കെ കളിക്കാനൊക്കെ ഒരു നല്ലൊരു സൗകര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ വന്നു കഴിയുമ്പോഴേക്കുള്ള മൊബൈലിലുള്ള ചില സീനുകൾ കണ്ടുകൊണ്ടും കുട്ടികൾ ഇതിലേക്ക് വരികയില്ല. നമുക്ക് കളിക്കാനുള്ള ഏർപ്പാടുകളും പാട്ട് പാടാനും ഡാൻസ് ആടാനും ഒക്കെ ചെറുപ്പം മുതലേ കൊടുക്കുക. അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അത് പേരൻറ്റിങ്ങിൻ്റെ കാര്യം സാറിവിടെ പറയുന്നുണ്ട്. ഞാനൊരു കോളേജിലെ ഒരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു 2-3 പേര് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. പണ്ടൊരു 2000-ൽ ഞാനൊരു കോളേജിൽ നിന്ന് ട്രാൻസ്ഫറായി വരുമ്പോൾ 3rd BA പഠിച്ചിരുന്ന ഒരു കുട്ടി ഇതുപോലെ നല്ലപോലെ പഠിക്കുന്ന, ക്ലാസ്സിൽ എന്നും അറ്റൻഡ് ചെയ്യുന്ന, ഏത് കാര്യത്തിലും ഇങ്ങനെ എന്തും പഠിപ്പിച്ചില്ലെങ്കിൽ ലൈൻ പോയെങ്കിൽ ഒന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കുട്ടിയെ MA പഠിച്ചിരുന്ന ഒരു സഹോദരൻ അവളെ കുറ്റപ്പെടുത്തി എന്നുള്ളതിൻ്റെ പേരിൽ അവളെ പനാമറടിച്ച് കഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ കുട്ടിയെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ക്ലാസ്സിലെയാണ്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്, ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നാണ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ ഇവിടെ ദൂരെയുള്ള സ്ഥലത്താണ്. അതുപോലെ ഇവിടെ മറ്റൊരു കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു കുട്ടി എന്തോ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞതിന് പേര് ഞാൻ ചാകും എന്ന് പറഞ്ഞു. പക്ഷെ അവൾ അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തു. എനിക്ക് ആ കുട്ടിയെ എനിക്ക് ഓർമ്മ വരുന്നില്ല, കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു. ഇങ്ങനെ കുറച്ചൊരു 3-4 സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഇങ്ങനെ ഒരു കൗൺസിലേഴ്സ് വേണം, ഒരു കൗൺസിലിംഗ് ക്ലബ്ബ് വേണം എന്നുള്ള എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. നമുക്ക് മെൻ്റൽ സപ്പോർട്ട് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും, കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഈ ചെറുപ്പക്കാർക്കും ഒക്കെ വളരെ വേണ്ടതാണ്. സാർ ഈ കാര്യങ്ങൾ സമൂഹത്തിലെ ഈ ഒരു കാര്യം സാർ ടേക്കപ്പ് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്ന
ഈ ചങ്ങാതിക്കൂട്ടത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമുക്കും നമ്മളെ കൊണ്ട് പറ്റാവുന്ന എണ്ണാറക്കണനും തന്നാലായത് ചെയ്യുന്നത് പോലെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു സംഭവം ചെയ്യാം. പിന്നെ എനിക്ക് ഈ അടുത്തിടയ്ക്ക് എന്നെ ഏറ്റവും ബാധിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയം ഭാഗത്ത് ഒരു നേഴ്സ്, റിട്ടയർഡ് ചെറുപ്പക്കാരിയാണ്, 2 പെൺകുട്ടികളുമായി ട്രെയിനിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് തന്നെ അവർ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. എന്നെ വളരെയധികം എഫക്റ്റ് ചെയ്തു. 40 വയസ്സിന് താഴെയായിരിക്കും. അതിനടുത്ത ദിവസവും ഇപ്രകാരം ഉണ്ടായി. അപ്പോൾ ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇതിനുള്ള നമുക്ക് ഒരു കൂട്ടായ്മ അല്പം കൂടെ സ്ട്രോങ് ആക്കേണ്ടത് എന്ന് നമുക്കതൊന്ന് ചിന്തിച്ച് പോയി. എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ് നമ്മളെ ഒരു ഇൻസൈറ്റ് തന്നു, നമ്മളെ ബോധവൽക്കരിപ്പിച്ചു, നമ്മളൊക്കെ ഒരു അവയർനെസ് തന്നു. അങ്ങനെ സാറിന് എല്ലാ വിജയങ്ങളും നേരുവാണ്. അതുപോലെ ചങ്ങാതിക്കൂട്ടത്തിലെ എല്ലാ മെമ്പേഴ്സിനും നൽകുകയാണ്. അതുപോലെ സാബു സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ക്ലാസ്സുകൾ നടത്തുകയും സ്കൂളിലും കോളേജുകളിലൊക്കെ പോയി ക്ലാസ്സുകൾ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ സാബു സാറിനും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ എല്ലാവർക്കും നമ്മുടെ പ്രസിഡന്റുമാർക്കും എല്ലാ നന്മകളും നേരുന്നു. നല്ല വിജയം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു സർ. സീമ, ഷഫീല, ടിഡോ, അലക്സ്, ആർക്കെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം കേട്ടോ. മ്യൂട്ടിൽ സംസാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ നന്ദൻ സാർ, താങ്ക് യു. ഒരു സൂപ്പർ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. വളരെ സന്തോഷം. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് കടന്നു വരണം. ഷഫീല പറയും. അതെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് അറിവുണ്ടായി, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. യെസ്. ഓക്കെ, താങ്ക് യു സർ. വെരി താങ്ക്സ്. ഓക്കെ. സോ വൺസ് അഗൈൻ നന്ദൻ സാർ, താങ്ക് യു വെരി മച്ച്. വീണ്ടും നമുക്ക് ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ശുഭാശംസകൾ. വൺസ് അഗൈൻ സാബു സാറിനും വിജയരാമൻ സാറിനും താങ്ക് യു എന്നെ വിളിച്ചതിന്. ഗുഡ് നൈറ്റ് സർ. ഞങ്ങളുടെ PCT-യുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ അതിന്റെ അംഗത്വമൊക്കെ എടുത്ത് പ്രവർത്തനത്തിലൊക്കെ വരണം എന്നും കൂടെ ഒരു റിക്വസ്റ്റ്. നോക്കട്ടെ. ജോർജ് സാർ താങ്ക് യു. ഗുഡ് നൈറ്റ് എല്ലാവരോടും. സാർ കുറേ കണ്ടിട്ട്. ഓക്കെ, ഗുഡ് നൈറ്റ് എവരിബഡി. ഓക്കെ, ഗുഡ് നൈറ്റ് എവരിബഡി.